ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, ഈ ക്ലിപ്പ് നമ്മളിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മുടെ മഞ്ചേരി സഹോദരങ്ങളിലെ അബൂ മുഫ്ലി ഉസ്മാൻ അദ്ദേഹം ഇമാം സനാനി റഹിമല്ലാഹിയുടെ തത്ഹീറുൽ ഇഹ്തിഖാദ് എന്ന് പറഞ്ഞൊരു കിതാബിനെ കുറിച്ച് സംസാരിക്കവേ അദ്ദേഹത്തിന് തുല്ലാബുകളോട് സംസാരിക്കവേ നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കേണ്ടായി. അതായത് ഇവിടെയുള്ള കുബൂരികളെ മുസ്ലിമായി അംഗീകരിക്കാതിരിക്കുക, അവരെ മുശ്രിക്കുകളും കാഫിറുകളുമായി പരിഗണിക്കുക എന്നുള്ള ദാവത്താണ് നാം കൊടുക്കുന്നത്. അതാണ് യഥാർത്ഥ അഹ്ലു സുന്നയുടെ മനഹജ് എന്ന് നാം പറയുമ്പോൾ നമ്മുടെ പല ആളുകളും ഇതിന് എതിര് നിൽക്കാറുണ്ട്. ഉസ്മാൻ്റെ സംസാരം കേട്ടതിന് ശേഷം അദ്ദേഹം ഇതിന് എതിര് നിന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം അവിടെ ധാരാളം കുറേ ഉസ്മാൻ ഹക്കാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഹക്ക് കലിമത്തുൽ ഹക്ക് യുരീദു ബിഹൽ ബാത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും അവിടെ കുറച്ച് അവ്യക്തതയും ഉസ്മാൻ അവിടെ വെച്ച് പോയിട്ടുണ്ട്. മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ ഹുജ്ജത്ത് ഷർത്തും മവാനി ആവുന്നത് വരെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയാൻ പാടില്ല, അതല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കാൻ പാടില്ല എന്നൊരു വാദം ഉസ്മാൻ്റെ സംസാരങ്ങളിൽ നിന്ന് അവിടെ വരുന്നുണ്ട്. അത് നിങ്ങൾ ഉസ്മാൻ്റെ ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ അത് അങ്ങനെയാണ് ഉസ്മാൻ ഉദ്ദേശിച്ചത് എങ്കിൽ അത് വലിയ ഗുരുതരമായ വഴികേടാണ്. ഉസ്മാനെ തന്നെ മതത്തിൽ നിന്ന് തെറിച്ച് കളയുന്ന രീതിയിലുള്ള വഴികേടാണത്. കാരണം ഈ ഭൂമിയിൽ ബഹുദൈവാരാധന, അതായത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധന, അത് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇലാഹിനെ സ്ഥാപിച്ചതാണ്, അള്ളാഹു അല്ലാത്ത ഇലാഹുകളെ സ്ഥാപിച്ചതാണ് ഷിർക്ക്. മൻ യദൂ ഗൈറല്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ. മൻ സബഹ ലി ഗൈരില്ലാ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഇറക്കുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച ചെയ്യുന്നവർ. ഇവരെല്ലാവരും അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കിയവരാണ്. അതായത് 2 ഇലാഹുകളെ 3 ഇലാഹുകളെ, സമസ്തക്കാരെ കാര്യം എടുക്കണം, ഇഷ്ടംപോലെ ഇലാഹുകളെ, ലോകത്തുള്ള എല്ലാ ഔലിയാക്കളെയും മരിച്ചുപോയ ഔലിയാക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കാം, അവരോട് സഹായം ചോദിക്കാം, എല്ലാ അമ്പിയാക്കളോടും സഹായം ചോദിക്കാം എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ എല്ലാ അമ്പിയാക്കൾ ആദം നബി അലൈഹി സ്വലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ജീവിച്ച് മരിച്ചുപോയ അമ്പിയാക്കളെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന ഒരാൾക്ക് വാദമുണ്ടെങ്കിൽ തന്നെ 1,25,000 1 ലക്ഷത്തിൽ പരം ആളുകളെ ഇലാഹാക്കി, അമ്പിയാക്കളെ, ഔലിയാക്കളെ, സ്വാലിഹീങ്ങളെ, കല്ലിനെ, മുള്ളിനെ ബർക്കത്തെടുക്കുക, ഖബറിന്ന് ബർക്കത്തെടുക്കുക, എത്ര ഇലാഹുകളെ സ്വീകരിച്ച ആളുകളാണ് ഈ സംസ്ഥക്കാർ, ഈ കുബൂരികൾ. നിങ്ങൾ പറ, ലാ ഇലാഹ ഇല്ലല്ലാ പച്ചക്ക് പൊളിച്ചു കളഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാ, ഇലാഹ് അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല, അള്ളാഹുവിൻ്റെ മാത്രം അവകാശമാണ് ഇലാഹായിരിക്കുക എന്നുള്ളതിനെ പൊളിച്ച് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളെയും ഔലിയാക്കളെയും, ലക്ഷക്കണക്കിന് അമ്പിയാക്കളെയും അതിലേറെ കോടിക്കണക്കിന് ഔലിയാക്കളെയും ഇലാഹായി സ്വീകരിച്ചവരാണ് ഈ സമസ്ത കുബൂരികൾ. അല്ല എന്ന് പറയാൻ ഉസ്മാന് പറ്റുമോ? അത് ലാഹിറാക്കിയ ആളുകളാണ് ഈ നാട്ടിലെ സമസ്ത കുബൂരികൾ. അല്ല എന്ന് ഉസ്മാന് പറയാൻ പറ്റുമോ? ഇവിടെ സ്റ്റേജിൽ കയറി അതിനുവേണ്ടി പ്രസംഗിക്കുകയും അതാണ് ദീൻ എന്ന് പറയുകയും അതാണ് തൗഹീദ് എന്ന് പറയുകയും യഥാർത്ഥ തൗഹീദ് സംസാരിക്കുന്നവരെ ഖവാരിജുകളെന്നും നിങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകളല്ല എന്നും പറഞ്ഞ് മരിച്ചാൽ പള്ളിയിൽ പോലും കയറ്റാത്ത രീതിയിലുള്ള അതിക്രമം അവരോട് കാണിക്കുന്നവരുമാണ് ഈ കുബൂരികൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഉസ്മാനെ പറയാൻ പറ്റുമോ സമസ്തക്കാരുടെ ലോഹിർ തൗഹീദാണ്, സമസ്തക്കാരുടെ ലോഹിർ ഷിർക്കല്ല എന്ന് ഉസ്മാന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉസ്മാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉസ്മാൻ ഒന്നക പ്രാന്തായിരിക്കും, അല്ലെങ്കിൽ ആൾ വലിയ നിഷേധിയായിരിക്കും. അതേതാണ് ഉസ്മാനാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്. അപ്പോൾ ഉസ്മാൻ്റെ കൂടെയുള്ള ആളോട് നമുക്ക് ചോദിക്കാനുള്ളതാണ്, സമസ്തക്കാരുടെ APK സമസ്തക്കാരുടെ ലോഹിർ എന്താണ്, നിങ്ങളുടെ നിലപാട് എന്താണ്, അവരുടെ ലോഹിർ എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? സമസ്തക്കാരുടെ ലോഹിർ ഷിർക്കാണോ അതോ സമസ്തക്കാരുടെ ലോഹിർ തൗഹീദാണോ? ഒരു സലഫിയെ പോലെ ഷിർക്കിനെ ഉപേക്ഷിച്ച് തൗഹീദ് ലോഹിറാക്കി ആ തൗഹീദിന് വേണ്ടി സംസാരിക്കുകയും ആ ഷിർക്കിനെതിരെ സംസാരിക്കുകയും ചെയ്യുന്നവരാണോ സമസ്തക്കാരൻ? APK കുബൂരികൾ അങ്ങനെയാണോ? നിങ്ങളെപ്പോലെയാണോ അവർ? ഇനി നിങ്ങളെപ്പോലെയല്ല കുബൂരി എന്നുണ്ടെങ്കിൽ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നിങ്ങൾ തൗഹീദ് പ്രകടമാക്കുകയും ഷിർക്കിനെ വെടിയുകയും ചെയ്ത ആളുകളാണ്. ഷഹാദത്ത് പറഞ്ഞ് തൗഹീദ് പ്രകടമാക്കി ഷിർക്ക് വെടിഞ്ഞ ആളാണെങ്കിൽ അയാൾ മുസ്ലിമാണ്. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുല്ലാഹ് പറഞ്ഞില്ലേ, എന്താണ് ഇസ്ലാം? മാ മഅന ഇസ്ലാം? അൽ ഇസ്ലാം ഇസ്തിസ്ലാമു ലില്ലാഹി ബി തൗഹീദ് വൽ ഇൻഖിയാദ് ലഹു ബി തഅതി വൽ ബറാഅത്തു മിനശ് ശിർക്കി വ അഹ്ലിഹി. അപ്പോൾ ബറാഅത്തു മിനശ് ശിർക്കി വ അഹ്ലിഹി ഇസ്ലാമിൻ്റെ ഭാഗമാണ്.
ഷിർക്കിൽ നിന്നും ഷിർക്കിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കണം, എന്നാലേ ഒരാൾ മുസ്ലിം ആവുള്ളൂ. അങ്ങനെ ഷിർക്കിൻ്റെ ആളുകളെ വെടിഞ്ഞ് ഇങ്ങോട്ട് വന്ന് തൗഹീദിലോട്ട് വന്നവരാണോ ഈ കുബൂരികൾ? അല്ല, അവരുടെ ലോഹിർ ഇസ്ലാമല്ല, അവരുടെ ലോഹിർ ഷിർക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ ഉസ്മാൻ പറയുന്നു ഷഹാറത്തിൽ ഇസ്ലാമിൻ്റെ പോലത്തെ ഡ്രസ്സ് ചെയ്ത ഒരാളാണ് എങ്കിൽ അയാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം. എപ്പോൾ വരെ? അത്ത യൽഹറ മിൻഹു ഖിലാഫു സാലിക, അയാളിൽ നിന്നും അതിന് എതിരായിട്ട് അയാൾ എന്തെങ്കിലും പ്രകടമാക്കിയാൽ. അപ്പോൾ ഇവിടെ കുബൂരികൾ പ്രകടമാക്കിയില്ലേ ഉസ്മാനെ? കുബൂരികളെ ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തൗഹീദാണ് ഇസ്ലാം. ഒരാൾ മുസ്ലിമാന്ന് പറഞ്ഞാൽ തൗഹീദ് മുസ്ലിമാന്ന്, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരിക്കുന്ന ഒരാൾ ഇന്ന് വന്ന് ഞാൻ മുസ്ലിമായെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അങ്ങ് സ്വീകരിക്കാം, ലോഹറിൽ സ്വീകരിക്കാം. പക്ഷേ നാളെ മുതൽ അയാൾ വീണ്ടും ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അയാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ ലോഹിർ മാറി. ലോഹിർ ഷിർക്കായ മുശ്രിക്കാണ്, ലോഹിർ തൗഹീദായാൽ മുസ്ലിമാണ്. അപ്പോൾ ഈ ലോഹിർ വെച്ചിട്ട് സംസാരിക്കണം എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ ആ വമാലന ഇല്ല ലോഹിർ എന്ന് പറയുന്ന ആ കൗലെടുത്തിട്ട് തന്നെ ഉസ്മാൻ്റെ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളതാണ്. സമസ്തക്കാരുടെ ലോഹിർ ഷിർക്കാണ്, സമസ്തക്കാരൻ മുശ്രിക്കാണ്. ബഹുദൈവവാദിയായ ഇലാഹുകളെ സ്ഥാപിച്ച, ഒരിക്കലും ഇസ്ലാമിലോട്ട് പ്രവേശിക്കാത്ത ഒരാളെ മുസ്ലിമാക്കി പിന്നെ അയാളെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയണമെന്നുണ്ടെങ്കിൽ അയാളെ മേൽ ഷർത്തും അമാനും നോക്കണമെന്ന് നിങ്ങൾ ആര് പഠിപ്പിച്ചു? ഏത് ഇമാമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് ഇമാമിൻ്റെ കിതാബിൽ നിന്നാണ് നിങ്ങൾക്കിത് കിട്ടിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മൊയ്തീൻ ഷെയ്ഖിനെ അല്ലെങ്കിൽ മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളെ കുറിച്ച് അവരെ മുസ്ലിം എന്ന് പറയണം, അവരുടെ മേൽ ഓരോ വ്യക്തിയുടെ മേലെയും ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടുന്നത് വരെ എന്ന് വെച്ചാൽ ഷർത്തും മവാനി, നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ഷർത്തും മവാനി നോക്കിയിട്ട് അയാളെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയാൻ പാടുള്ളൂ, അവരങ്ങനെ പരിഗണിക്കാൻ പാടുള്ളൂ. ഷർത്തും മവാനി നോക്കിയിട്ടില്ല എങ്കിൽ എല്ലാവരെയും മുസ്ലിമായിട്ട് കാണണം എന്ന് നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചെന്നു? ആരാണ് നിങ്ങളെ ഈ വാദം പഠിപ്പിച്ചെന്നു? ഏത് അഹ്ലുസുന്ന സലഫുകളുടെ ആരുടെ കിതാബിൽ നിന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയത്? നിങ്ങൾ ഇന്നത്തെ കാലത്തെ ആളുകളൊന്നും പറയണ്ട, നിങ്ങളുടെ പണ്ഡിതന്മാരെയോ ആളുകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ആളുകളെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ കൊണ്ടുപോവാ, ഖുർആനിൽ നിന്ന് കൊണ്ടുപോവാ. ഖുർആൻ എന്നല്ലേ കൊണ്ടുവരേണ്ടത്? ഖുർആനല്ലേ ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ അടിസ്ഥാന പ്രമാണം. ഇത് ഖുർആൻ കൊണ്ട് അള്ളാഹുവിൻ്റെ വാക്കുകളായ ഖുർആൻ കൊണ്ട് അള്ളാഹു സ്ഥിരപ്പെടുത്തിയ കാര്യമല്ലേ? ആരെങ്കിലും സൃഷ്ടിയെ ആരാധിക്കുന്നു എങ്കിൽ അവനെ വിളിക്കാൻ അള്ളാഹു പറഞ്ഞത് കാഫിർ എന്നാണ്. നിങ്ങൾക്കൊരാൾ സൃഷ്ടി ആരാധന അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കിയത് നിങ്ങൾക്കൊരാൾ പ്രകടമാക്കി കാണിച്ചു തരുന്നു എങ്കിൽ അയാളെ നിങ്ങളോട് അള്ളാഹു വിളിക്കാൻ പറഞ്ഞെന്താ? കുൽ പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അള്ളാഹു പറഞ്ഞത് സൃഷ്ടിയെ ആരാധിക്കുന്ന ആരെ കണ്ടാലും കുൽ പറഞ്ഞോളൂ, യാ അയ്യുഹൽ കാഫിറൂൻ, കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. അള്ളാഹു ഇട്ടുകൊടുത്ത പേരാണ് കാഫിർ, സൃഷ്ടി ആരാധിക്കുന്നവനെ. കാരണം ഷിർക്ക്, സൃഷ്ടി ആരാധന, മറ്റു സൃഷ്ടികളെ ഇലാഹാക്കിയാൽ പിന്നെ അയാൾ മുസ്ലിമല്ല. അയാൾ തൗഹീദ് സ്വീകരിച്ചിട്ടില്ല. തൗഹീദ് സ്വീകരിക്കാത്തവനെങ്ങനെ മുസ്ലിമാണെന്ന് നിങ്ങൾ പറയാം? തൗഹീദ് സ്വീകരിക്കാത്ത ഒരാളെ മുസ്ലിം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഒന്ന് പറയണം. തക്ഫീറുൽ മുശ്രിക്കീൻ, മുശ്രിക്കിനെ തക്ഫീർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അള്ളാഹു തക്ഫീർ ചെയ്തിട്ടുണ്ട്. അതാണ് കുൽ യാ അയ്യുഹൽ കാഫിറൂൻ വമൻ യദഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബി ഫഇന്നമാ ഹിസാബു ഇൻദ റബ്ബി ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ. കാഫിറുകൾ വിജയം പ്രാപിക്കില്ല. അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കി അവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അള്ളാഹ് പറയുന്ന കാഫിറുകൾ. നിങ്ങൾ പറയുന്ന സമസ്തക്കാരിൽ അള്ളാഹു അല്ലാതെ ഇലാഹാക്കിയവനെ മുസ്ലിം എന്ന് പറയണം, അവൻ്റെ പേര് ഷർത്തും അമാനി വെക്കുന്നത് വരെ. ആരാണ് നിങ്ങൾക്കിത് പഠിപ്പിച്ചതെന്ന് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? സുബ്ഹാനഹു വ തആല. അബൂ മുഫ്ലി ഉസ്മാൻ ഉത്തരം പറയണം. കുബൂരികൾ മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ അവനത് ലോഹിറാക്കിയിട്ടുണ്ട്, എന്നാൽ പോലും അവൻ്റെ മേലെ ഹുജ്ജത്ത് ഷർത്തും മവാനി വെക്കുന്നത് വരെ അവനെ മുസ്ലിം എന്ന് പറയണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നിങ്ങൾ പറയുന്നത് പച്ചക്കളവാണ്. വമൻ അളലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ ഔ കസ്സബ ബിൽ ഹഖി ലമ്മാ ജാഅ അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ കാഫിരീൻ. അള്ളാഹിൻ്റെ പേരിലും അള്ളാഹിൻ്റെ ദീനിൻ്റെ പേരിലും കള്ളം പറയുക, കെട്ടിച്ചമച്ചുണ്ടാക്കുക കാഫിറുകളുടെ പരിപാടിയാണ് സുഹൃത്തുക്കളെ. ദീനിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ കാര്യമാണിത്. അള്ളാഹു അല്ലാതെ ഇലാഹുകളെ സ്വീകരിച്ചവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്, അവൻ ഇസ്ലാമിലോട്ട് കയറിയിട്ടില്ല. ആദം നബി അലൈഹി സ്വലാം മുതൽ ഇനി ജനിക്കാനിരിക്കുന്ന അവസാന മനുഷ്യൻ വരെ ഈ ഹുക്കുമാണ്. ആരെങ്കിലും സൃഷ്ടിയെ ആരാധിക്കുന്നുവോ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനല്ല. അവൻ്റെ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല.
ഇനി ഇവർ ഈ പറയുന്ന പോലെയാണോ അയിമ്മത്തുകൾ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളത്? അല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ കൗലുകൾ നോക്കാം നമുക്ക്. അദ്ദേഹം മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അത്തരം ആളുകൾ, അവരോട് ഇസ്തിഗാസ ചെയ്യുന്ന അത്തരം ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ മുസ്ലിം എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടോ? ഇല്ല. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി റഹിമഹുല്ലാ എവിടെയെങ്കിലും ഇത്തരക്കാരെ കുറിച്ച് മുസ്ലിം എന്ന് പറഞ്ഞിട്ടോ? ഇല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ കൗല് നോക്കാം. വമിൻ ഷിർക്കി യദഉ അഹ്ലബ്ദ ഗൈറല്ലാഹ് കമൻ യസ്തഗീസു ഫിൽ മഗാഫി വൽ അംറാദി വൽ വഫാഖ് بالأموات والغائبين فيقول يا سيدي شيخ فلان لشيخ ميت أو غائب فيستغيث به ويستوصي ويطلب منه ما يطلب من الله من النصر والعافية فإن هذا من شرك الذي حرم الله ورسوله باتفاق المسلمين وهؤلاء المشركون قد يتمثل لأحدهم. ഇത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ നമ്മുടെ നാട്ടിലെ കുബൂരികളെ പോലുള്ള ആളുകളെ, മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. അവർക്ക് ഭയമുണ്ടാകുമ്പോഴും രോഗസന്ദർഭത്തിലും എല്ലാം മയ്യത്തിനോടും ഗായിബുകളോടും അദൃശ്യരോടും മയ്യത്തുകളോടൊക്കെ ഇവർ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നു. യാ സയ്യിദി ഷെയ്ഖ് ഫുലാൻ ലി ഷെയ്ഖ് എൻ്റെ സയ്യിദെ ഇന്നവനെ, മബ്ബർത്ത തങ്ങളെ, മൊയ്തീൻ ഷെയ്ഖ് എന്നൊക്കെ വിളിച്ച് പറയുന്ന ആളുകൾ ഫുലാൻ ലി ഷെയ്ഖ് മയ്യത്തിൻ, ഈ ഷെയ്ഖിൻ്റെ മയ്യത്തിനോട് വിളിച്ച് തേടുന്നവർ വയത്തുലുബു മിൻഹു മാ യത്തുലുബു മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് തേടുന്നതായ സഹായങ്ങൾ അവർ ഈ മയ്യത്തിനോട് തേടുന്നു. അങ്ങനത്തെ ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് അള്ളാഹും റസൂലും നിരോധിച്ച മുസ്ലിമീങ്ങൾക്ക് മൊത്തം അറിയാവുന്ന കാര്യമായ ഷിർക്കാണ്. എന്നിട്ട് പറയാം, അദ്ദേഹം പറയാം വഹാഉലായിൽ മുശ്രിക്കൂന, ഈ മുശ്രിക്കുകൾ ഖദിയ തമസ്സലു ലിഹദി സൂറത്ത് ഷൈഖ് അല്ലദി ഇസ്തിഗാസ ബിഹി എന്ന് പറഞ്ഞിട്ട് ഈ ഷെയ്ത്താൻ ഈ ഷെയ്ഖിൻ്റെ സൂറത്തിലൊക്കെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം സംസാരിക്കുകയാണ്. അവരെ കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്താ പറഞ്ഞത്? വഹാഉലായിൽ മുശ്രിക്കൂൻ, ഈ മുശ്രിക്കീങ്ങൾ എന്നാ പറഞ്ഞത്. അല്ലാതെ പിന്നെ ഉസ്മാൻ പറഞ്ഞ പോലെ മുസ്ലിം ആക്കിയിട്ടില്ല. മറ്റുള്ള ആളുകൾക്ക് സമസ്തക്കാരെ മുസ്ലിമീങ്ങളാക്കുന്ന പോലെ മുസ്ലിം ആക്കിയിട്ടില്ല. ഷെയ്ഖുൽ ഇസ്ലാമൊക്കെ ഇവരെ കുറിച്ച് എഴുതി കൊടുത്ത് മുശ്രിക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മുശ്രിക്കുകൾ, മുസ്ലിം എന്ന് പറഞ്ഞിട്ടില്ല. ഇവരെന്താ ഷഹാദത്ത് പറഞ്ഞ ആളുകളല്ലേ? ഇവർ ഷഹാദത്ത് പറഞ്ഞ ആളുകളല്ലേ? സമസ്ത കുബൂരികളെ പോലുള്ള ആളുകളെ, അവരെക്കാളും നന്നായി ദീന് കൊണ്ടു നടന്ന ആളുകളല്ലേ ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കാലത്തുള്ള സൂഫിയാക്കൾ, കുബൂരികൾ അല്ലേ? ആണ്. എന്താ സംശയം? പിന്നെ അതിൻ്റെ താഴെ അദ്ദേഹം വീണ്ടും കമാക്കാന നസീബുൽ മുശ്രിക്കീൻ അല്ലസീന യഅബൂദുനൽ അസ്ലാം, മുശ്രിക്കുകളായ വിഗ്രഹാരാധകരോട് ഇത്തരം ആളുകൾ അദ്ദേഹം ഉപമിക്കാണ്. ഇവർ മുശ്രിക്കുകളാണ്, വിഗ്രഹാരാധകരാണ്. എന്നിട്ട് വീണ്ടും പറയും താഴെ വഹാഉലായി കസീറുന മിൻ ഫിൽ മുശ്രിക്കീൻ, ഈ മുസ്ലിങ്ങളിലെ ധാരാളം ആളുകൾ മിനൽ ഹിന്ദി വത്തുർക്ക് വൽ ഹബഷി, പിന്നെ ഇന്ത്യയിലും തുർക്കിയിലും ഹബഷിലൊക്കെയുള്ള വഫിൽ മുത്തശബ്ബിഹീന ബിഹിം ബിൻ ദുലാലിൽ മുൻതസിബിൻ അൽ ഇസ്ലാം, അവരോട് സാമ്യത്തിലിരിക്കുന്ന ഇസ്ലാമിലോട്ട് ചേർത്തി പറയുന്ന ഈ ലുല്ലാലുകളും വഴിവെച്ചവരും, ഇവരൊക്കെ മുശ്രിക്കീൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഇത് അദ്ദേഹത്തിൻ്റെ മജ്മൂഉൽ ഫതാവ 1-ാം വോള്യത്തിൽ 663-664 പേജാണെന്ന് തോന്നുന്നു, അതിലുള്ളതാണിത്. ഇത് ഞാൻ എഴുതിയില്ല, അത് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ കിതാബ് വായിക്കുന്ന ഒരാൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടാവുമോ? ഈ നമ്മുടെ നാട്ടിലെ കുബൂരുകൾ ചെയ്യുന്ന ഈ പരിപാടി ചെയ്യുന്ന ആളുകളെല്ലാം അദ്ദേഹം സിംഗിളായിട്ട് പറയണമെങ്കിൽ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, ജമ്മായിട്ട് പറയുമ്പോൾ മുശ്രിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പഠിച്ചാൽ മതി. ഇത് ജനങ്ങൾക്കിത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ്ട് വെറുതെ. ഇനി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്താ പറയുന്നത് ഇത്തരം ആളുകളെ കുറിച്ച് കേട്ടോളൂ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്താ പറഞ്ഞത്? ഇത് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞതാണ്. ഫൈസ കാന മൻഹ സക്കാത്ത് മിൻ മഅനിൽ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻഹ ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫകൈഫ ബി ഇബാദത്തിൽ ഖുബൂർ വസബ്ഹി ലിൽ ജിൻ വദുആഇൽ ഔലിയാ വഗൈരി മിമ്മാ ഹുവ ദീനുൽ മുശ്രിക്കീൻ. സക്കാത്ത് തടഞ്ഞു വെച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിന് എതിരാണ് എങ്കിൽ ഫകൈഫ ബി ഇബാദത്തിൽ ഖുബൂർ വസബ്ഹി ലിൽ ജിൻ, എങ്ങനെയാണ് ഖബറിനെ ആരാധിക്കുന്നതും ജിന്നിനെ അറിവ് നടത്തുന്നതും ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയും മറ്റുള്ളവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഈ മുശ്രിക്കുകളുടെ ദീനായ, ഇതിനെക്കുറിച്ച് അദ്ദേഹം പറയാം, മുശ്രിക്കുകളുടെ മതമായ ഔലിയാക്കളോട് ദുആ ചെയ്യലും ജിന്നിന് വേണ്ടി അറക്കലും പിന്നെ ഖബറിനെ ആരാധിക്കലും ഒക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഹക്കിന് എതിരാവാതെ ഇരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതാരാ ചോദിക്കുന്നത്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മനസ്സിലായോ? ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ഇവരെ കുറിച്ച് പറഞ്ഞപ്പോൾ മുശ്രിക്കീൻ എന്നാണ് പറഞ്ഞുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഇവരെ കുറിച്ച് പറഞ്ഞപ്പോൾ മുശ്രിക്കീൻ എന്നാണ് പറഞ്ഞുള്ളത്. ഇവരൊക്കെ ഇത്തരം ആളുകളെ മുശ്രിക്കുകളും കാഫിറുകളുമായിട്ടാണ് കണ്ടിട്ടുള്ള സുഹൃത്തുക്കളെ. ഇവരെ ഒന്നും ഇങ്ങോട്ട് അകത്തോട്ട് കയറ്റിയിട്ടില്ല. മുസ്ലിം എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറ്റിയിട്ടില്ല. അകത്തോട്ട് കയറ്റിയ ആളെ പിന്നെ പുറത്താക്കുമ്പോൾ അല്ലേ ഈ ഷർത്തും മവാനി നോക്കി വധശിക്ഷ ചെയ്യുന്നതിന് കൊടുക്കുന്നതിന് മുമ്പ് നോക്കേണ്ട കാര്യമാണ് ഈ ഷർത്തും മവാനിയൊക്കെ.
ഇത് റോട്ടുമ്മ കൂടി പോയി ഒരാളവിടെ ഈ റോട്ടും വന്നിട്ട് ബദരീങ്ങൾക്ക് നേർച്ച ചെയ്യുന്നവനെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയുമ്പോൾ നോക്കേണ്ട കാര്യമല്ല. കാരണം അവൻ അസ്ലു കൊണ്ട് മുസ്ലിമല്ല, അവൻ്റെ അസ്ല് തൗഹീദല്ല, അവൻ്റെ അസ്ല് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ്. അവൻ അള്ളാഹു അല്ലാത്തവനെ ഇലാഹാക്കിയവനാണ്. അവനത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നു. കാന്തപുരം സ്റ്റേജിന്മേൽ കയറി അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കുന്നവരാണ് കാന്തപുരത്തിൻ്റെ ആളുകൾ. പിന്നെ അവരെ മുസ്ലിം എന്ന് വിളിക്കല. യാ ഇഖ്വാൻ, മതത്തിൽ നിന്ന് പുറത്തു പോകും. വല്ലാഹി വബില്ലാഹി വതല്ലാഹി പുറത്തു പോകും, ഉറപ്പായിട്ട് പുറത്തു പോകും. ഇത് മല്ലം യുകഫിറൽ മുശ്രിക്കീൻ ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും, അതിൽ പെടും. ഇത് നാക്കിയിൽപ്പെട്ട കാര്യമാണ്. മൂന്നാം നാക്കിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ എഴുതിയ കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു നമ്മളെ നാട്ടിലുള്ള പോലത്തെ അങ്ങനത്തെ കുബൂരികളാണ്. ആ കുബൂരികളെ തക്ഫീർ ചെയ്യാത്ത കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അദ്ദേഹം ദാവത്ത് കൊടുത്തു. ദവാഖിദുൽ ഇസ്ലാം എഴുതിയപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇവരെ പോലുള്ള ആളുകളെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. മല്ലം യുകഫിറൽ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തവൻ കാഫിറാണ് എന്ന് അദ്ദേഹം എഴുതാനുള്ള കാര്യം എന്താ? അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇതുപോലുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. കുബൂരിയെ തക്ഫീർ ചെയ്യാൻ പാടില്ല, കുബൂരി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതല്ലേ. അദ്ദേഹം പറഞ്ഞു കുബൂരി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടെന്താ കാര്യം? അദ്ദേഹം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അവൻ ഇലാഹാക്കി, സൃഷ്ടിയെ ഇലാഹാക്കിയവനാണ്, അവൻ മുസ്ലിമല്ല. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെ നിലപാട്. ഇതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നിലപാട്. അവരൊന്നും ഇവരെ ഒരിക്കലും മുസ്ലിം എന്ന് അഭിസംബോധന ചെയ്തിട്ടില്ല, അകത്തോട്ട് കയറ്റിയിട്ടില്ല. ഇത് തന്നെയാണ് ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ നിലപാട്. ഇത് തന്നെയാണ് മറ്റുള്ള ഒരുപാട് ഉലമാക്കളുടെ നിലപാട്. ഇത് തന്നെയാണ് ഷെയ്ഖ് ഇബ്നു തൈമിൻ്റെ നിലപാട്. ഇത് ഷെയ്ഖ് ഇബ്നു തൈമീൻ്റെ കുറച്ച് വാക്കുകൾ അദ്ദേഹം അബു മുഫ്ലി ഉസ്മാൻ അതിൽ വളച്ചൊടിച്ച് ഷെയ്ഖ് അതിൽ ഉദുർബിൽ ജഹൽ എന്ന് പറഞ്ഞിട്ട് അതിൽ ഇഖ്തിലാഫ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉസ്മാൻ ആവശ്യമുള്ള രീതിയിൽ കോട്ടി മാറ്റുന്നുണ്ട്. അദ്ദേഹം ഇബ്നു തൈമീൻ ഇത്തരം ഇത് ചെയ്യുന്ന ആളുകളെ, ഈ നമ്മുടെ നാട്ടിലെ കുബൂരികളെ പോലുള്ള ആളുകളെ മുശ്രിക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം അവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞ ആളല്ല. അദ്ദേഹത്തിൻ്റെ എത്രയോ ഫത്വകളുണ്ട്. പിന്നെ ഉദുർബിൽ ജഹലി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ളതാണ്. അത് എല്ലാവരും മനസ്സിലാക്കുക. ഉദുർബിൽ ജഹലിന് ആരും എതിരല്ല. നമ്മളെക്കുറിച്ച് ചില ആളുകൾ പറയുന്നുണ്ട് ഉദുർബിൽ ജഹലിനെ പേച്ചു പോയവരാണ്, ഉദുർബിൽ ജഹൽ ഇസ്ലാമിൽ ഇല്ല എന്ന് വാദിക്കുന്നവരാണെന്നൊക്കെ നമ്മളെക്കുറിച്ച് ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുണ്ട്. അത്തരം ആളുകളോട് നമ്മൾ പറയട്ടെ, ഉദുർബിൽ ജഹൽ ഇസ്ലാമിലുള്ളതാണ്. അത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. വമാ കുന്ന മുഅസിബിന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ അയക്കുന്നത് വരെ നാം ഒരാളെ ശിക്ഷിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഉദുർബിൽ ജഹലിൻ്റെ മെയിൻ തെളിവായിട്ട് എല്ലാ പണ്ഡിതന്മാരും കാണിക്കുന്നത്. അതിൽ അള്ളാഹു പറയുന്നത് ഒരു റസൂലിനെ അയക്കുന്നത് വരെ നാം ഒരാളെയും ശിക്ഷിക്കില്ല. അപ്പോൾ ശിക്ഷിക്കുന്നതിന് മുമ്പ് അള്ളാഹു റിസാലത്ത് എത്തിച്ചു കൊടുക്കും. അത് ദുനിയാവിലാണെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ ഡയറക്റ്റ് ഒരു വ്യക്തിയെ നമ്മൾ ശിക്ഷിക്കുന്നു എങ്കിൽ അയാൾ ശിക്ഷ എപ്പോഴേ വരിക? ഒന്നല്ല, അയാൾ മുർത്തദ്ദാവണം. ഒരാൾ മുവഹിദായി തൗഹീദുള്ള മുസ്ലിമായി ജീവിച്ചതിന് ശേഷം ഷിർക്കിലോട്ടോ കുഫറിലോട്ടോ പോയാൽ, അയാൾ കാഫിറായി മാറിയാൽ, അയാൾ മുർത്തദ്ദായി, അയാളെ മേലെ ശിക്ഷാ നടപടി എടുക്കും. അതിന് മുമ്പ് ഷർത്തും മവാനിയും നോക്കും. റിസാലത്ത് ശരിയായിട്ട് അറിയുന്നവനാണോ? ഒരു 3 ദിവസത്തെ സമയം കൊടുത്തിട്ട് അയാൾക്ക് റിസാലത്ത് അറിയോ ഇല്ലേ, മാറണമെങ്കിൽ മാറിക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് അയാൾക്ക് പറഞ്ഞു കൊടുക്കും. അതാണ് ഈ ഷർത്തും മവാനി നോക്കുന്നത്. അയാൾക്ക് എന്തെങ്കിലും ഉദറുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ആരെങ്കിലും നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിച്ചാണോ, അറിയാതെ ചെയ്താണ്, എങ്ങനെയാണെങ്കിലും ശിക്ഷിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞു കൊടുക്കും. അത് നീതിയാണ്. അത് ഇസ്ലാമിലെന്നല്ല, പുറത്ത് വരെ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ അത് കാണിച്ചു കൊടുക്കും. ആ നീതി അവരോട് കാണിക്കും. അതെങ്ങനെ പിന്നെ ഇസ്ലാമിലാണ് ഇരിക്കുന്നത്? അപ്പോൾ അതാണ് ഹത്താ നബഅസ റസൂല, റിസാലത്ത്. സത്യത്തിൽ ആ ആയത്തിൻ്റെ അർത്ഥം ഒരു റസൂലിനെ അയക്കുന്നത് വരെ ശിക്ഷിക്കില്ല എന്ന്. റസൂൽ ഇവിടെ വന്നുപോയി, അള്ളാഹു റസൂലിനെ അയച്ചു, ഖുർആൻ അയച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ട് ഖുർആൻ കിട്ടിയ ആൾ റസൂലിനെ കണ്ട പോലെ എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞാണ്, ഖുർആൻ കയ്യിൽ കിട്ടിയ ആൾ, അതല്ലെങ്കിൽ ഖുർആൻ കേട്ട ആൾ, അയാൾ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടതിന് തുല്യമാണെന്നാ. റസൂൽ നമ്മുടെ അടുത്ത് വരണം നിർബന്ധമില്ല, ഖുർആൻ വന്നാൽ മതി, സുന്നത്ത് വന്നാൽ മതി, ഹുജ്ജത്തായി. അള്ളാഹു റസൂലിനെ അയച്ചു, ഖുർആൻ അയച്ചു, ഹുജ്ജത്തായി. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ വലൗ ഷാ അല്ലാഹു ലഹദാകും അജ്മഈൻ എന്നല്ല പറഞ്ഞത്. ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, എത്തപ്പെടുന്ന ഹുജ്ജത്ത് അള്ളാഹുവിൻ്റെ ഹുജ്ജത്താ. അത് എത്തി. ഖുർആൻ വന്നു, റസൂൽ വന്നു പോയി, ഹുജ്ജത്തായി, ജനങ്ങളുടെ മേൽ ഹുജ്ജത്തായി. സുഹൃത്തുക്കളെ, പിന്നെ ഷർത്തും മവാനി. സൃഷ്ടിയെ ആരാധിക്കുന്നവൻ അള്ളാഹു ശിക്ഷിക്കാനുള്ള ഹുജ്ജത്ത് ഖുർആനാണ്, റസൂലാണ്. ഈ അഹ്ലുൽ ഫത്ര, പിന്നെ അഹ്ലുൽ ഫത്ര എന്ന് പറഞ്ഞാൽ അഹ്ലുൽ ഫത്രയെ പോലുള്ള ആളുകൾ ഉണ്ട് എന്നാലും പറയാനല്ല, ഉണ്ടാവാം എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. അതാരാണ് അഹ്ലുൽ ഫത്ര? 2 മുൻകാലത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മുൻകാലത്ത് 2 അമ്പിയാക്കളുടെ വരുന്നതിന് ഇടയിലുണ്ടായിരുന്ന കാലഘട്ടം, റിസാലത്ത് അറ്റുപോയ, വഹിയിലൂടെ വന്ന റിസാലത്ത് അറ്റുപോയ ആ കാലഘട്ടത്തിലെ ആളുകളാണ് അഹ്ലുൽ ഫത്ര എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകൾ, അവരെ അള്ളാഹു
യൗമൽ ഖിയാമത്തിൽ വീണ്ടും പരീക്ഷിക്കും എന്നുള്ളതാണ് ഹദീസുകളും നമുക്ക് സ്ഥിരപ്പെട്ടുള്ള അഹ്ലു സുന്നയുടെ മനഹജും അതാണ്. അവിടെ അവരെ അള്ളാഹു പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ വിജയിച്ചവർ സ്വർഗത്ത് പോവും, പരാജയപ്പെട്ടവർ നരകത്ത് പോകും. അവരും അവിടെ ഡയറക്റ്റായിട്ട് സ്വർഗത്ത് പോവും, ഡയറക്റ്റായിട്ട് നരകത്ത് പോകും എന്നല്ല, അവിടെ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം മാത്രം. പക്ഷേ അങ്ങനെ ഒരു അഹ്ലുൽ ഫത്ര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പാടില്ല. കാരണം അള്ളാഹു അങ്ങനെ ഒരു ഇത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, റസൂലും പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടാവാം എന്നേ പറയാൻ പാടുള്ളൂ. അതായത് നമുക്ക് അഹ്ലുൽ ഫത്ര ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവാം, അള്ളാഹു ആയാലും നമുക്കറിയില്ല. നമുക്കത് നിർബന്ധമായിട്ടും അഹ്ലുൽ ഫത്ര ഉണ്ട് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു ഖുർആനിൽ പറയാൻ സഊരീക്കും ആയാത്തി ഫലാ തസ്തഅജിലൂന, നാം നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകൾ, ഞാൻ എൻ്റെ ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും, നിങ്ങൾ ധൃതി കൂട്ടണമെന്ന് അള്ളാഹു പറഞ്ഞു. അങ്ങനെ ഇഷ്ടംപോലെ ആയത്തുകൾ ഈ വിഷയത്തിലുണ്ട്. ഇതിൽ കുറേ ആയത്തിൻ്റെ തെളിവ് ഞാൻ നമ്മൾ എഴുതിയ എഴുത്തിൽ കൊടുത്തിട്ടുണ്ട്, ആ ചെറിയ കിതാബിൽ കൊടുത്തിട്ടുണ്ട്, എഴുത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അള്ളാഹു സനൂരിഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, രണ്ടാമത്തെ ആയത്ത്. നാം അവർക്ക് അവരിലൂടെ തന്നെയും ചക്രവാളങ്ങളിലും കാണിച്ചു കൊടുക്കും ഇതാണ് ഹക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു സ്വയം ഏറ്റെടുത്ത കാര്യമാണ്. ഈ റിസാലത്ത് ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കും, ഈ സന്ദേശം ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കും. ഇത് ഞാനോ നിങ്ങളോ ഏറ്റെടുത്ത കാര്യമല്ല, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, രാവും പകലും ചെന്നെത്തുന്ന എല്ലാ സ്ഥലത്തും എവിടെയാണെങ്കിലും ഈ റിസാലത്ത്, ഈ സന്ദേശം എത്തുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും പറയാവുന്നതല്ല, അഹ്ലുൽ ഫത്രയെ പോലെ ഒരിക്കലും ഇത് കേൾക്കാത്ത അറിയാത്ത ഒരാൾ ഇന്ന സ്ഥലത്തുണ്ട്, അതിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു ആലം അവരെ പോലും അങ്ങനെ ഒരാളുണ്ട്, അയാൾ സൃഷ്ടിയെ ആരാധിക്കുന്നു, അയാൾ ആ ഇലാഹ പറഞ്ഞ ആളാണെങ്കിൽ പോലും അയാളെപ്പോലും സഹോദരങ്ങളെ ഈ ഭൂമിയിൽ മുശ്രിക്കായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റും. മൻ ലഹറ ശിർക്ക് മൻ യദ്ഹറ ശിർക്ക് ഫഹുവ മുശ്രിക്, ആരാണോ പിന്നെ ശിർക്ക് പ്രകടമാക്കുന്നത് അവൻ മുശ്രിക്കാണ്. ആരാണോ ശിർക്ക് പ്രകടമാക്കുന്നത് അവൻ മുശ്രിക്കാണ്. ആരാണോ തൗഹീദിൽ നിന്ന് മാറി നിൽക്കുന്നത് അവൻ മുശ്രിക്കാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹയുടെ ഒരു കൗല് നോക്കൂ, ഫൽ മുഅ്രിദു അനി തൗഹീദ് മുശ്രികും ഷാ അബ വൽ മുഅ്രിദു അനി സുന്ന മുബ്തദിൻ ളാലും ഷാ അബ. തൗഹീദിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞവൻ അവൻ മുശ്രിക്കാണ്. ഷാ അബ, അവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ഓ സമ്മതിച്ചില്ലെങ്കിൽ ആൾ മുശ്രിക്കാം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ഖ് ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞ തൗഹീദിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ അവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മുശ്രിക്കാം. ഇപ്പോൾ നമ്മൾ ഒരാളോട് ഇപ്പോൾ കുബൂരി മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിച്ച് നടക്കുന്നു, അവൻ തൗഹീദ് പഠിക്കുന്നില്ല, അവന് തൗഹീദ് താല്പര്യം, അവൻ ഖുർആൻ വേണ്ട, അവന് സലഫികളുടെ ദഅവത്ത് വേണ്ട, മുജാഹിദുകളുടെ ദഅവത്ത് വേണ്ട, ഒന്നും വേണ്ട. അവിടെ മുജാഹിദുകളുടെ ദഅവത്ത് കൊടുക്കുന്നു, സലഫികളായ എല്ലാവരും ദഅവത്ത് കൊടുക്കുന്നു, അതൊന്നും അവന് വേണ്ട. അവൻ തിരിഞ്ഞു കളഞ്ഞ് അഹങ്കരിച്ച് നടക്കുകയാണ്, അവൻ മുശ്രിക്കാണ് സുഹൃത്തുക്കളെ. അവൻ ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരി. അവൻ ഇഷ്ടപ്പെടില്ല, എങ്ങനെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവൻ മുശ്രിക്കാണെന്ന് ആരെങ്കിലും പറയണ്ടേ? അവൻ മുശ്രിക്കാണെന്ന് അവൻ കേൾക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടാതിരിക്കുള്ളൂ. അപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് എന്താ പറഞ്ഞത്? അവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവൻ മുശ്രിക്ക. അതുപോലെ സുന്നത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവൻ, അവൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവൻ മുബ്തദിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്നു തൈമീൻ്റെ കൗല് അദ്ദേഹം അബൂ മുഫ്ലിയെ കുറിച്ച് അങ്ങോട്ടും തിരിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹം തെളിവാക്കിയത് ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹ് കുബൂരികളെ മുസ്ലിമായിട്ട് ഷർത്തും മവാനി വെക്കുന്നത് വരെ മുസ്ലിമായിട്ട് കാണണം എന്നതിന് തെളിവാക്കി പറഞ്ഞതാണ് എങ്കിൽ അതിനുള്ള മറുപടി ആയിട്ട് ഒന്ന് രണ്ട് ഇബ്നു തൈമീൻ്റെ ഫത്വകൾ നമ്മൾ പറയാം. വേറെയും ധാരാളം ഫത്വകളുണ്ട്. ഇബ്നു തൈമീനോട് ഒരിക്കൽ അദ്ദേഹം റഹിമഹുല്ലാഹയോട് ചോദിക്കുന്നുണ്ട് ഒരു ഫത്വ. ഈ ഫത്വയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടുന്നതാണ് ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹയുടെ ഫത്വ. ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞതുണ്ട്, ഒരാൾ മുസ്ലിമായ ഒരാൾ ഷിർക്ക് ചെയ്യുന്നു, ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അയാളുടെ ഹുക്കും ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്, ഇങ്ങനെ ഇസ്തിഗാസ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളെ മുസ്ലിം എന്ന് വിളിക്കുന്നത് ആ വിളിച്ചവൻ്റെ വിവരക്കേടാണ്. കാരണം അയാളെ മുശ്രിക് എന്നാണ് വിളിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ ഫത്വ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ ആ ഫത്വ കേട്ടിട്ടില്ലേ? മുസ്മാൻ പോയി കേൾക്കണം. ഷെയ്ഖ് ഇബ്നു തൈമീൻ പറഞ്ഞതാണ്, മുസ്ലിം എന്ന് പറയുന്ന ഒരാൾ ഇസ്തിഗാസ ചെയ്യുന്നു, മുസ്ലിമായ ഒരാൾ ഇസ്തിഗാസ ചെയ്യുന്നു പറഞ്ഞാൽ ചോദ്യം ചോദിച്ചവരോട് പറയണേ, അയാളെ മുസ്ലിം എന്ന് പറഞ്ഞവൻ്റെ വിവരക്കേട് കൊണ്ടാണ് അയാളെ മുസ്ലിം എന്ന് വിളിക്കുന്നത്. കാരണം അയാൾ മുശ്രിക്കാണ്, അയാളെ മുശ്രിക് എന്ന് വിളിക്കണം എന്ന് ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹ് പറയേണ്ട ആ ഫത്വ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കിട്ടും. ഇനി അദ്ദേഹത്തിനോട് വേറെ ഫത്വ ഞാൻ വായിച്ചത്, ഷെയ്ഖ് ഇബ്നു തൈമീൻ റഹിമഹുല്ലാഹയോട് ചോദിക്കുകയാണ്, ഈ കുബൂരികളിൽ പോലെ ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന കാര്യം ചോദിച്ച ഒരു ഫത്വ നമുക്ക് നോക്കാം.
അപ്പോൾ ആ ഫത്വയുടെ ആദ്യങ്ങളിൽ ഞാൻ വായിക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം വായിക്കാണ്. വല തൻഹിവിൽ മുശ്രിക്കാത്തി ഹത്താ യുഅ്മിന എന്ന് പറഞ്ഞ ആയത്ത്, അതായത് മുശ്രിക്കുകളിൽപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് അവർ വിശ്വാസികളാവുന്നത് വരെ എന്ന ആയത്ത് ഓതിയിട്ടാണ് ഇതിന് തെളിവ് അദ്ദേഹം പറഞ്ഞത്. ഇലാഖിൽ ആയത്ത് ഫനജിദു ഫി ഹാസിൽ ആയത്ത് അന്നല്ലാഹു അസ്സ വജൽ യംനഉൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ തസവ്വുജി മിനൽ മുശ്രിക്കീന വൽ മുശ്രികാത്ത് ഫൈസാ കാന യൗമ നജിദു ബഅദുൽ മിനൽ മുസ്ലിമീൻ യഅമൽ അമലൽ മുശ്രിക്കീന വയൻതിക് ബി ഷഹാദത്തി മസ്ലൻ മിൻഹും മൻ യദ്ഉ ഗൈറല്ലാഹ് വയസ്തഈനു ബിഗൈരില്ലാഹ് വയസ്ബഹു ലിഗൈരില്ലാഹ് ഫൽയജൂസു സവാജു മിൻ അബ്നാഹിം വബനാതിഹിം അം ലാ. ചോദ്യമാണത്. അപ്പോൾ ചോദ്യം ചോദിക്കണേ, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിങ്ങളിൽപ്പെട്ട സ്ത്രീകളെ അവർ വിശ്വാസികളാവുന്നത് വരെ കല്യാണം കഴിക്കാൻ പാടില്ല. അപ്പോൾ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഹാസൊക്കെ ചെയ്യുകയും അവർക്ക് നേർച്ച ചെയ്യുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ ഫഹൽ യജൂസു സവാജ് മിൻ അബ്നാഹിം വ ബനാതിഹിം അം ലാ, അത്തരം ഷിർക്ക് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലെ പോലെ കുബൂരികളെ കുറിച്ച് പറയുന്നത്, അത്തരം ഷിർക്ക് ചെയ്യുന്ന കുബൂരികളിൽപ്പെട്ട ആളുകളെ അവരുടെ മക്കളെ, പെൺമക്കളെ, ആൺമക്കളെ കല്യാണം കഴിക്കൽ അനുവദനീയമാണോ എന്ന് ചോദിക്കണേ. ഫഅജാബ റഹിമഹുല്ലാ, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഉത്തരം കൊടുക്കണേ. ഹാദാ സുആലുൻ ജയ്യിദ് മുഫീദുൻ നഖൂലു ഇന്ന ഹൗലൽ മുശ്രിക്കീന അല്ലദീന യദഊന ഗൈറല്ലാഹ് വയൻസുറൂന ലിഗൈരില്ലാഹ് വയസ്ജദൂന ലിഗൈരി വയസ്തഗീസുന ബിഗൈരിഹി ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് ഹൗലായി മുശ്രികൂന വലാ യജൂസു ലിഅഹദിൻ അൻ യതസവ്വജ മിൻഹും ഇദാ കാനൂ അലാ ഹാദൽ വസ്ഫ് വലിഅന്ന അൻ യുസവ്വജ അഹദൻ മിൻഹും ലിസ്തിദ്ലാൽ ബിആയത്തിൽ കരീമ. എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊന്ന് ഉസ്മാന് കൊണ്ടേ കൊടുക്കൂ നിങ്ങൾ. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയണേ, ഹാദ സുആൽ ജയ്യിദും മുഫീദും, വളരെ ഇമ്പോർട്ടൻ്റ് വളരെ പ്രധാനപ്പെട്ട ഉപകാരപ്രദമായ ഒരു ചോദ്യമാണിത്. ഇന്ന ഹൗലായിൽ മുശ്രിക്കീന അല്ലദീന യദ്ഊന ഗൈറല്ലാഹ്, ഈ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് നേർച്ച ചെയ്യുന്ന, അവർ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്ന ഈ മുശ്രിക്കുകൾ, അദ്ദേഹം പറയാണ് ഷഹാദത്ത് പറഞ്ഞ് മുസ്ലിങ്ങളിൽപ്പെട്ടവരാണ്. പിന്നെ ചോദ്യം നോക്കണം നിങ്ങൾ. മിനൽ മുസ്ലിമീനെ അമലൽ മുശ്രിക്കീന വയൻതിക് ബി ഷഹാദ, മുസ്ലിമീങ്ങളെ കൂട്ടത്തിലാണ് എന്ന് പറയുകയും ഷിർക്കാവുന്ന പ്രവൃത്തി ചെയ്യും, ഷഹാദത്ത് പറഞ്ഞു മുസ്ലിമീലാണെന്ന് പറയുന്നു, പക്ഷേ ഷിർക്കാവുന്ന പ്രവൃത്തി ചെയ്യുന്നു. എന്താണ് ഷിർക്കാവുന്ന പ്രവൃത്തി? മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവർക്ക് നേർച്ച ചെയ്യുക. നമ്മളെ നാട്ടിലെ കുബൂരികൾ ഡിറ്റോ സെയിം. അത്തരം ആളുകളെ കുറിച്ച് അദ്ദേഹം പറയണേ, ആഹുലായിൽ മുശ്രിക്കീൻ അല്ലദീന യദൂന, ഈ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും നേർച്ച ചെയ്യുകയും സുജൂദ് ചെയ്യുന്ന ഈ മുശ്രിക്കുകൾ, മനസ്സിലായോ? ഹാഉലായി മുശ്രിക്കൂന വലാ യജൂസ്, ഇവർ വീണ്ടും പറയാം അദ്ദേഹം, ഹാഉലായി മുശ്രിക്കൂൻ, ഇവർ മുശ്രിക്കുകളാണ്. വലാ യജൂസു ലിഅഹദിൻ യതസവ്വജ മിൻഹും, ഒരാൾക്കും അവരിൽ നിന്നും കല്യാണം കഴിക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഒരു മുശ്രിക്കുകളാണെന്ന്. ഉസ്മാൻ ഇതൊന്ന് വായിക്കോ ഉസ്മാനെ. ഇബ്നു തൈമിയ്യൻ്റെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചലല്ല. ഇബ്നു തൈമിയ്യനൊക്കെ എന്ന് പറഞ്ഞാൽ കുബൂരികളെ പോലുള്ള ആളുകളെ മുശ്രിക്കൂൻ എന്നേ പറയുള്ളൂ. ഇബ്നു തൈമിയ്യന് തന്നു, ഇബ്നു തൈമിയ്യയുടെ തന്നു, ഇബ്നു അബ്ദുൽ വഹാബിന് തന്നു, ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ, ഫൗസാൻ്റെ ഇഷ്ടം പോലെ, എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ട്. അതൊന്നും പറയാം, എല്ലാം കൂടി തരാൻ സമയമില്ല. നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഈ ജനങ്ങളെ തലയിലോട്ട് ഈ ആവശ്യമില്ലാത്ത ഈ വാദം കയറ്റി വെച്ച ആളുകളെ കുഫറിലോട്ട് കൊണ്ടിടരുത്. മുശ്രിക്കായി കണ്ടില്ല എന്നെങ്കിൽ മതത്തിൽ നിന്ന് പുറത്തു പോകും. അത് പഠിച്ചിട്ടില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വലിയ ഗുരുതരമായ കാര്യമാണ്, ചെറിയ കാര്യമല്ലത്. അപ്പോൾ ഈ മുശ്രിക്കുകൾ, ഇബ്നു തൈമിയ്യ പറഞ്ഞ ഈ മുശ്രിക്കുകളെ പിന്നെ ഷർത്തും മവാനി നോക്കിയിട്ടാണോ കല്യാണം കഴിക്കണോ വേണ്ട തീരുമാനിക്കൽ? അല്ല. അദ്ദേഹം എന്താ പറഞ്ഞു, ഇവർ ഈ കൂട്ടം തന്നെ മുശ്രിക്കാണ്, ഇവരൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല. കൂട്ടം മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ അടിയിൽ ഒരു വ്യക്തി മുസ്ലിം ആവുന്ന ഒരു പരിപാടി എങ്ങനെയെന്ന് നമുക്കറിയില്ല. അത് പറഞ്ഞ ഉസ്മാന് മാത്രമേ അറിയുള്ളൂ. വളരെ ഒരു യുക്തിയില്ലാത്ത വർത്തനം. ചില ആളുകൾ പറയും കൂട്ടമായിട്ട് അള്ളാഹു അല്ലാത്തവരെ സൃഷ്ടികളെ ആരാധിക്കുന്നവരെ കൂട്ടത്തോടു കൂടി മുശ്രിക്കെന്ന് പറയാം, പക്ഷെ വ്യക്തിപരമായി മുസ്ലിം എന്ന് പറയാം. ഇതൊക്കെ എന്ത് ഒരു യുക്തിയില്ലാത്ത വെറും മണ്ടൻ വാദമാണ്. വമൻ യർഗബു അൻ മില്ലത ഇബ്രാഹിമ ഇല്ലാമൻ സഫിഹ നഫ്സ എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. എത്ര സത്യം! കുൽ സ്വദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ. അള്ളാഹു സത്യമാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മില്ലത്തിന്, വക്രതയില്ലാത്ത ആ മതത്തെ നിങ്ങൾ പിന്തുടരണം. അള്ളാഹ് പറയണ ഇത്തരം വാദങ്ങൾ ഇബ്രാഹിം നബിയുടെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞവൻ, അവൻ്റെ വായിൽ നിന്ന് പിന്നെ വിഡ്ഢിത്തരം വരുള്ളൂ. അത്തരം വിഡ്ഢിത്തരമാണ് എന്ത്? കൂട്ടത്തോടു കൂടി ശിർക്ക് ചെയ്യുന്നവനെ മുശ്രിക്കെന്ന് പറയാം, പക്ഷേ വ്യക്തിപരമായി ആ കൂട്ടത്തിലുള്ള ഒരാളെ പറയുമ്പോൾ മുസ്ലിം എന്ന് പറയണം, മറ്റേ മുശ്രിക്കെന്ന് പറയണതിൻ്റെ ഷർത്ത് മാവാനി നോക്കണം എന്നുള്ള വിഡ്ഢിത്തരം. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ശിർക്ക് ചെയ്യുന്നവരെ എല്ലാം മുശ്രിക്കെന്ന് പറയാം, കുഴപ്പമില്ല, അംഗീകരിച്ചു, നമ്മളും അംഗീകരിക്കുന്നവരെ. ശിർക്ക് ചെയ്യുന്ന കേരളത്തിലുള്ളവരെ എല്ലാം മുശ്രിക്കെന്ന് പറയാം, അംഗീകരിക്കും, നിങ്ങളും അംഗീകരിക്കും, നമ്മളും അംഗീകരിക്കും. ശിർക്ക് ചെയ്യുന്ന കേരളത്തിലെ സമസ്തക്കാരിലെ ശിർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും മുശ്രിക്കെന്ന് പറയാൻ പറ്റൂലേ? പറ്റണം, നിങ്ങൾ പറയണം. സമസ്തക്കാരിലെ ശിർക്ക് ചെയ്യുന്നവരെ എല്ലാവരെയും മുശ്രിക്കെന്ന് പറയാൻ പറ്റൂലേ? പറ്റും.
പറ്റൂല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക? ശിർക്ക് ചെയ്യുന്നവൻ സമസ്തക്കാരനാണെങ്കിലും ഷിയ ആണെങ്കിലും ഇനി മുജാഹിദ് സലഫി എന്ന് വാദിച്ച് നടക്കുന്നവനാണ് എങ്കിൽ പോലും ശിർക്ക് ചെയ്യുന്നവനാണ് അവൻ മുശ്രിക്കാണല്ലോ. ആണ്. ശിർക്ക് ചെയ്യുന്നവനെ മുശ്രിക്കെന്ന് പറയാം. അവൻ ഏത് നാട്ടുകാരനാണെങ്കിലും ഏത് സംഘടനക്കാരനാണെങ്കിലും ഏത് ജമാഅത്തിൻ്റെ കൂടെ നടക്കുന്നവനാണെങ്കിലും. അപ്പോൾ സമസ്തക്കാരിലെ ശിർക്ക് ചെയ്യുന്നവരെ മുശ്രിക്കെന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. സമസ്തക്കാരിലെ ശിർക്ക് ചെയ്യുന്നവരെ കൂട്ടമായിട്ട് മുശ്രിക്കെന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയെ മാത്രം എടുത്തിട്ട് നമുക്ക് മുശ്രിക്കെന്ന് പറയാൻ പറ്റില്ല എന്നുള്ള വാദം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി. ഈ വാദം എന്നോട് പറഞ്ഞ ഒരാളോട് ഞാൻ ചോദിച്ചു, സമസ്തക്കാരെല്ലാവരും കൂടി ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂടി കൂട്ടമായിട്ട്, അപ്പോൾ അവരെ നോക്കിയിട്ട് കൂട്ടത്തിനെ മുശ്രിക്കെന്ന് പറയാം. ഞാൻ ചോദിച്ചു, ഈ കൂട്ടത്തിൽ നോക്കി സമസ്തക്കാരെ കൂട്ടത്തിൽ നോക്കി മുശ്രിക്കെന്ന് പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാത്രം പുറത്തെടുത്തിട്ട് റോട്ടുമുഖൻ വെച്ചിട്ട് ഇവരെ മുശ്രിക്കെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അവൻ പറഞ്ഞതാ. എന്ത് വിഡ്ഢിത്തരാണിത്? ഇത്തരം വിഡ്ഢിത്തരം ഈ തൗഹീദിൽ നിന്ന് പിന്തിരിഞ്ഞ ആളുകളെ കൊണ്ടല്ല ഇത്തരം വിഡ്ഢിത്തരം പറയാൻ പറ്റും. അള്ളാഹുവിന്റെ നാവിലൂടെ വിഡ്ഢിത്തരവും കുഫ്റും വെളിവാക്കിക്കൊണ്ടിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചോളൂ. ഇത് തൗഹീദാണ്. ഈ തൗഹീദിന് എതിര് നിൽക്കുന്നവരുടെ നാവിലൂടെ അള്ളാഹു കുഫ്ർ പറയിപ്പിക്കും. അത് അള്ളാഹിൻ്റെ സുന്നത്താണ്. അള്ളാഹിൻ്റെ തൗഹീദിനെ വെറുക്കുന്നവരെ, അതിനെ തിരിഞ്ഞു കളഞ്ഞവരുടെ വായിലൂടെ പിന്നെ കുഫ്ർ വരുള്ളൂ. ഉസ്മാൻ തന്നെ പറഞ്ഞതിൽ ഇഷ്ടംപോലെ കുഫ്ർ എനിക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഉസ്മാനെ ഒന്നാമത് അവിടെ ഇത്തരം മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനെ വരെ പോലും ഈ ഷർത്തും മവാനി നോക്കുന്നവരെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ കുഫ്റാണത്. അള്ളാഹുവിൻ്റെ ആയത്തിനെതിരാണത്. കുലിയായുൽ കാഫിറു ലാബുദു മാ തഅബുദൂൻ എന്ന് പറഞ്ഞ ആയത്തിനെതിരാണത്. ഉസ്മാൻ ആയത്ത് കൊടുത്തിട്ട് ഞാൻ ചോദിക്കണേ, എനിക്ക് ഈ ആയത്ത്, ഞാൻ മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ കണ്ടാൽ എന്നോട് എൻ്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നത് അവൻ മൊയ്തീൻ ഷേഖിനെ ആരാധിക്കുന്നവനാണെങ്കിൽ അവൻ കാഫിറാണെന്നാണ്. അവൻ ഒരു ഷർത്തും മവാനില്ല. അവന് ഷർത്തും മവാനി നോക്കാൻ എപ്പോഴാണ്? അവൻ മുവഹിദായിരുന്ന ഒരാൾ പിന്നെ ഈ ഷിർക്കിലോട്ടോ കുഫറിലോട്ടോ പോയതാണെങ്കിൽ മുർത്തദായിക്കൊണ്ട് അവനെ വധിക്കുന്നതിന് മുമ്പ്, ശിക്ഷ നടപടി എടുക്കുന്നതിന് മുമ്പ് അവൻ്റെ മേൽ ഷർത്തും മവാനി നോക്കും. അത് ശിക്ഷിക്കുന്നതിന് മുമ്പ് മാത്രമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. ഇവരിതെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് നിങ്ങളെ ദൊലാലത്തിലാക്കണം. അള്ളാഹുവിൻ്റെ തൗഹീദിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൾ. ഇത് ഈ മുർജിയാക്കളുടെ ഒരു സ്വഭാവമാണിത്. ഈ ഇർജാവാദം ഇത് കുഫ്റാണ്. ഇതൊരു തരം ഇർജാവാദമാണ്. പക്ഷേ ഈ ഇർജാവാദത്തിൽ കുഫ്റുണ്ട്. ഇത് മൂന്നാം നാക്കിയതിൽ ഒരാൾ വീണു പോകുന്ന രീതിയിലുള്ള കടുത്ത കുഫ്റാണ് ഇതിലുള്ളത്. ഇത് മനസ്സിലാക്കണം. ഇത് മാറ്റണം. നമ്മൾ പറയുന്നത് മാറ്റണം എന്നേ പറയുന്നത്. നമ്മളൊരാളെയും അടിച്ച് ആക്ഷേപിച്ച് ഇതാക്കണം. ഇത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. തക്ഫീറു ഹക്കുല്ലാ ലാ യുകഫിറു ഇല്ലാ മൻ കഫറഹുല്ലാഹു വറസൂലു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ വെച്ചാണ് തക്ഫീർ, ഒരാളെ കാഫിർ എന്ന് മുദ്രകുത്തൽ അള്ളാഹുവിൻ്റെ അവകാശമാണ്. അള്ളാഹും റസൂലും കാഫിറാക്കിയവനല്ലാതെ കാഫിറാക്കാൻ പറ്റൂല. അള്ളാഹും റസൂലും ആദ്യം കാഫിറാക്കിയ ആളാണ് ആര്? ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാത്തവൻ, സൃഷ്ടിയെ ഇലാഹാക്കിയവൻ, സൃഷ്ടിയെ ആരാധിക്കുന്നവൻ. അത്തരക്കാരാണ് കുബൂരികൾ. അത്തരം കുബൂരിയെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയുന്നതിന് ഷർത്തും അവനെയും നോക്കേണ്ട ആവശ്യമില്ല ഉസ്മാനെ. അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ടോ? ശിക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശിക്ഷക്കുള്ളതാണ്. അത് ഒരാളെ കാഫിറെന്നോ മുശ്രിക്കെന്നോ വിളിക്കുന്നതിനോ അങ്ങനെ പരിഗണിക്കുന്നതിനോ വേണ്ടിയല്ല എന്നുള്ളതിന് ഞാൻ ഇഷ്ടംപോലെ ഫത്വകളുണ്ട്. ഒരു ഫത്വ ഞാൻ തരും. ലജ്ന ദായിമയുടെ ഒരു ഫത്വ ഞാനിവിടെ വായിക്കും. ഹക്ക് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് തന്നെ ധാരാളമാണ്. അപ്പോൾ ആ ഫത്വ ഞാൻ വായിക്കട്ടെ. ഇത് ലജ്ന ദായിമയുടെ വോള്യൂം ഫതവ മജ്മൂൽ ഫതവ ലജ്ന ദായിമയുടെ കിതാബിൽ 1ാം വാള്യത്തിൽ നിങ്ങൾക്ക് കിട്ടും. പേജ് നമ്പർ എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, അത് സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ പോയിട്ടുണ്ട്. 4400-ാമത്തെ ഫത്വയാണിത്. ഓക്കെ, ഇത് വലിയൊരു ഫത്വയാണ്. ഇത് ഞാൻ കുറച്ച് വായിക്കാം, ബാക്കി നിങ്ങൾക്ക് ഞാനിത് യൂട്യൂബിലിടുമ്പോൾ ഞാനിതിൻ്റെ തരാം. هناك من يقول كل من يعتقد برسالة محمد صلى الله عليه وسلم واستقبل قبلة بالصلاة ولو سجد شيخه لم يكفر ولم يسمع ولم يسميه مشركا حتى قال إن محمد بن عبد الوهاب എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. ഇതിൽ ഒരു ചോദ്യം ചോദിക്കണ്ടേ. അവിടെ ഒരാളുണ്ട്, അയാൾ പറയുന്നു ആരെല്ലെങ്കിലും റസൂൽ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുകയും പിന്നെ അതിന് ശേഷം സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ കുഫ്ർ ചെയ്തിട്ടില്ല, അയാളെ മുശ്രിക്കെന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന വേറൊരാളെ കുറിച്ചുള്ള ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിന് ജവാബ്, അതിന് ഉത്തരം കൊടുക്കുകയാണ്. കുല്ലുമൻ ആമന ബി റിസാലത്തി നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസായിറ മാ ജാഹ ബി ഫി ശരീഅത്തി ഇദാ സജദ ബഅദ ദാലിക ലിഗൈരില്ലാ മിൻ വലി വസാഹിബിൽ ഖബ്ർ ഔ ശൈഖ് ത്വരീഖിൻ യഅതബിറു കാഫിറൻ മുർതദ്ദൻ അനിൽ ഇസ്ലാം മുശ്രികൻ മഅ അല്ലാഹി ഗൈറ ഫിൽ ഇബാദത്തി വലൗ നതക ബി ഷഹാദത്തിൻ വഖ്ത സുജൂദി ലിതിയാനി ബിമാ യൻകിദു ഖൗലഹു മിൻ സുജൂദി ലിഗൈരില്ലാ ലകിന്നഹു ഖദ് യുജറ ലിജഹ്ലിഹി ഫലാ തൻസിൽ ബിഹി അൽഉഖൂബത ഹത്താ യുഅല്ലം വതുഖാമ അലൈഹിൽ ഹുജ്ജ എന്ന് പറയുന്നുണ്ട്. ഇത് കൂടുതൽ വായിക്കാനുണ്ട്. ഇതിൽ അതിൻ്റെ ഉത്തരം ഇതാണ്: ആരെല്ലാം
നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്തിൽ വിശ്വസിക്കുകയും അതിനുശേഷം, അതായത് ഒരാൾ മുഅ്മിനായ ഒരാളെ കുറിച്ചാണ് പറയുന്നത്, മുഅ്മിന് മുവഹിദുമായ ഒരാളെ കുറിച്ചാണ് ഈ പറയേണ്ടത്. അതിന് ശേഷം അദ്ദേഹം പിന്നെ ഇദാ സജദ ബഅദ ദാലിക്, അതിന് ശേഷം അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി സുജൂദ് ചെയ്യുക, അതിൽ കബറാളിക്കോ ത്വരീഖത്തിൻ്റെ ഷെയ്ഖിനോ ആർക്ക് വേണ്ടി സുജൂദ് ചെയ്താലും അയാൾ യോത്തബിർ കാഫിറൻ മുർത്തത്തൻ അനിൽ ഇസ്ലാം, അയാൾ കാഫിറും മുർത്തദും മുശ്രിക്കും മുശ്രിക്കുമായിട്ട് പരിഗണിക്കണം. യോത്തബർ എന്ന് പറഞ്ഞാൽ പരിഗണിക്കണം. അയാൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റൂ, പരിഗണിക്കാൻ പറ്റൂ. ഒരാൾ ഇത് പിന്നെ മുസ്ലിമായി മുവാഹിദായി നടന്ന ആളാണെങ്കിലും അയാൾ പിന്നെ ഈ സൃഷ്ടി ആരാധന ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ, സുജൂദ് ആരാധന നേർച്ച ഇതൊക്കെ ചെയ്യുന്നത് കണ്ടാൽ പിന്നെ അയാളെ നമുക്ക് മുശ്രിക്ക് കാഫിർ മുർത്തദായിട്ട് കാണാൻ പറ്റുള്ളൂ. വലോനത്തക്ക ബിഷഹാദത്തൈനി വക്ത സുജൂദിഹി, സുജൂദ് ചെയ്യുന്ന സമയത്ത് അയാൾ ഷഹാദത്ത് ഉരുവിട്ട ആളാണെങ്കിൽ പോലും. ഇനി ഇതിൽ പറയുന്നുണ്ട്, ഓക്കെ, പക്ഷേങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ജഹലോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് മാറ്റാൻ സമയം കൊടുക്കും. ഓക്കെ, ശിക്ഷയ്ക്ക് മുമ്പ്. ഓക്കെ, ഫലാ തൻസിലു ബിഹി ലുക്കൂബത്ത് ഹത്തായു അലം, അദ്ദേഹം ഇത് അറിയുന്നത് വരെ, പിന്നെ അദ്ദേഹത്തിന് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നവരെ അയാൾ ഇത് അറിയുന്നത് വരെ പിന്നെ അയാളെ ശിക്ഷിക്കൂല. അയാൾക്ക് ഒരു 3 ദിവസം സമയം കൊടുക്കും, എന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കും. ഇനി എന്തെങ്കിലും ജഹലുണ്ടെങ്കിൽ അത് മാറ്റിക്കോട്ടെ എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അത് കോടതിയിൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്, നമ്മളവിടെ നടക്കുന്ന കാര്യമില്ല. ഓക്കെ, ഇനി ഈ ഫത്വയിലെ ഏറ്റവും വലിയ കാര്യം ഇതിന് താഴെ എഴുതിയിരിക്കുന്നത്, ഫൽ ബയാൻ വഹിക്കാമത്തിൽ ഹുജ്ജ ലാലി ഇൽസാറി ഇലൈഹി ഖബല ഇൻസാൽ ഇഖാമത്തുൽ ഹുജ്ജ ലിൽസാറി ഇലൈഹി ഖബല ഇൻസാൽ ഉഖൂബ ബിഹി ലാ യുസമ്മ കാഫിറൻ ബഅദൽ ബയാൻ ഫഇന്നഹു യുസമ്മ കാഫിറൻ ബിമാ ഹദസ മിൻഹു മിൻ സുജൂദി ലിഗൈരില്ലാഹ് ഔ നസറഹു ഖുർബത്തൻ ഔ സബത ഷാത മസലൻ ലിഗൈരില്ലാഹ്. മനസ്സിലായോ? അവിടെ പറയുന്നത് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഫൽ ബയാൻ വ ഇഖാമത്തുൽ ഹുജ്ജ ലിൽഇസാറി ഇലൈഹി ഖബല ഇൻസാലിൽ ഉഖൂബത ബിഹി. ഇത് പറഞ്ഞു കൊടുക്കുന്നതും ഈ ഹുജ്ജത്ത് സ്ഥാപിക്കുന്നതിൽ എന്താണ്? അയാളെ ശിക്ഷിക്കുന്നതിന്, അയാളെ മേലെ ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പുള്ളൊരു കാര്യമാണ്. ലാലി യുസമ്മ കാഫിറൻ ബഅദൽ ബയാൻ. ആ ബയാൻ കൊടുത്തതിന് ശേഷം കാഫിർ എന്ന് വിളിക്കപ്പെടാനല്ല, കാഫിർ എന്ന പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഖാമത്തുൽ ഹുജ്ജ സ്ഥാപിക്കുന്നതല്ല, ബയാൻ കൊടുക്കുന്നതല്ല. ശ്രദ്ധിക്കണം, ഈ ബയാൻ കൊടുക്കണം, ഇഖാമത്തുൽ ഹുജ്ജ സ്ഥാപിക്കണം എന്ന് പറയുന്നത്, അതായത് ഉസ്മാൻ പറഞ്ഞ ഷർത്തും മവാനി നോക്കണം എന്ന് പറയുന്നത്, ഇഖാമത്തുൽ ഹുജ്ജത്ത് ഷർത്തും മവാനിക്ക് ഒന്നാണ്. ഷർത്തും മവാനി റെഡിയായ ഹുജ്ജത്ത് ശിക്ഷിക്കാനുള്ള ഇഖാമത്ത് ഹുജ്ജത്ത് ശരിയായിരുന്നത്. അത് നോക്കുന്നത് അയാളെ ശിക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ലാലി യുസമ്മ കാഫിറൻ ബദൽ ബയാൻ, അത് പറഞ്ഞു കൊടുത്തതിന് ശേഷം കാഫിർ എന്ന് വിളിക്കപ്പെടാൻ പറ്റൂ എന്നുള്ളതിനല്ല. ഓക്കെ, ഫഇന്നഹു യുസമ്മ കാഫിറൻ ബിമാ ഹദസ മിൻഹു മിൻ സുജൂദി ലിഗൈരില്ലാഹ്. അയാൾ കാഫിർ എന്ന് വിളിക്കപ്പെടും ബിമാ ഹദസ മിൻഹു മിൻ സുജൂദി ലിഗൈരി. എപ്പോഴാണോ അയാളിൽ നിന്നും അള്ളാഹു അല്ലാത്തവർക്കുള്ള സുജൂദ് സംഭവിച്ചത് അപ്പം മുതൽ അയാൾ കാഫിർ എന്ന് വിളിക്കപ്പെടും. സുബ്ഹാനല്ലാഹ്. ഇതാരെക്കുറിച്ചാണ് പറയുന്നത്? കുബൂരി, എന്നും കുബൂരി ആയിരുന്ന ഒരാളെ കുറിച്ചല്ല പറയുന്നത്. ഈമാനുണ്ടായിരുന്ന, മുസ്ലിമായിരുന്ന, റിസാലത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാൾ പിന്നെ, അതായത് നമ്മളെപ്പോലുള്ള സലഫികളെപ്പോലുള്ള ഒരാൾ പിന്നെ ശരിക്കിന് സുജൂദ് ഖബറിനെ സുജൂദ് ചെയ്താൽ പോലും അയാൾ ആ സുജൂദ് ചെയ്ത അപ്പം മുതൽ കാഫിർ മുർത്തദ് മുശ്രിക് എന്ന് വിളിക്കപ്പെടണം. എന്നാൽ അയാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഒരു 3 ദിവസം സമയം കൊടുത്ത് ഒരു ബയാൻ കൊടുക്കലും ഒരു ഉദർ കൊടുത്ത് ജഹല എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് ചാടിയതാണെങ്കിൽ അത് മാറ്റാനുള്ളൊരു അവസരം കൊടുക്കും. ഇതാണ് ഈ വിഷയത്തിലുള്ള ഷർത്തും മവാനി നോക്കിയിട്ടുള്ള ഹുജ്ജത്ത് സ്ഥാപിക്കുക എന്നുള്ളത്. അത് എടുത്തിട്ട് ഇവിടെ ഈ കുബൂരികൾക്ക് എന്നെന്നും ഷിർക്കിലും കുഫറിലുമായി കുബൂരികൾക്ക് കൊടുത്തിട്ട് അവരെ മുസ്ലിമായി കൊണ്ടു നടക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. അങ്ങനെ ഒരാൾ കൊണ്ടു നടന്നാൽ അവൻ അവരെപ്പോലെ മുശ്രിക്കും കാഫിറുമായി മതത്തിൽ നിന്ന് പുറത്തു പോകും. കാരണം അവൻ മുശ്രിക്കിനെ തക്ഫീർ ചെയ്തില്ല. മുശ്രിക്കിനെ തക്ഫീർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അവകാശമാണ്. അത് മുസ്ലിമിനെ തക്ഫീർ ചെയ്യുന്ന പോലെയല്ല. മുസ്ലിമിനെ തക്ഫീർ ചെയ്യുമ്പോൾ വലിയ ഷിർക്കുകളോ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സുജൂദോ ഇബാദത്തൊന്നും അല്ലാത്ത ഡയറക്റ്റ് വലിയ ഷിർക്കുകളോ കുഫറുകളോ അല്ലാത്ത എന്തെങ്കിലും മറ്റ് കുഫറുകൾ ഉണ്ടാവാം. അപ്പോൾ പല ആളുകളും പല രീതിയിലുള്ള കുഫറുകൾ വീണ് പോവാം അറിയാതെ. അത് സൃഷ്ടി ആരാധന അല്ലാത്ത വലിയ കുഫറുകളല്ലാത്ത എന്തെങ്കിലും കാര്യത്തെ ഇസ്തിഹ്ലാൽ അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുക, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുക, അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ലാത്ത അള്ളാഹു ഏറ്റവും വലിയ ഹറാമാക്കിയ കാര്യമാണ് ഷിർക്ക്. അതിനെ ഹലാലാക്കുന്ന പരിപാടിയാണ് നടക്കുന്നത്. ഷിർക്ക് ചെയ്യുന്നവനെ മുശ്രിക് എന്ന് അള്ളാഹു വിളിക്കാൻ പറഞ്ഞു, കാഫിർ എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് ആ ഷിർക്ക് ചെയ്യുന്നവനെ ഷർത്തും ആവാൻ ഉണ്ടാവട്ടാ, അത് നോക്കണട്ടാ, അത് ശ്രദ്ധിക്കണട്ടാ, അതുകൊണ്ട് അതുവരെ നിങ്ങൾ മുസ്ലിം എന്ന് വിളിച്ചോളി എന്ന് പഠിപ്പിക്കണം ഇവിടെ.
അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കണം. ഇവിടെ ഏറ്റവും വലിയ കാര്യം അള്ളാഹു ഹറാമാക്കിയ എന്താ? സൃഷ്ടി ആരാധന. ആ സൃഷ്ടി ആരാധന ചെയ്യുന്നവനെ ബഹുദൈവാരാധകൻ, മുശ്രിക്കെന്നും കാഫിറെന്നും വിളിക്കണം. ഇവിടെ പറയണം മുശ്രിക്കെന്നും കാഫിറെന്നും വിളിക്കാൻ പറ്റില്ല. ഓൻ അഥവാ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലോ, കാന്തപുരത്തിന് എന്ത് തടസ്സടോ? ബദരീങ്ങളെ നേർച്ച റോട്ടിൽ ചെന്ന് ചെയ്യുന്നവന് എന്ത് മാനിയാണുള്ളത്? എന്ത് ഷർത്താണ് അവന് വേണ്ടത്? നിങ്ങൾ പഠിപ്പിക്കണം. ഞങ്ങളെ പഠിപ്പിക്കൂ. നിങ്ങൾ യമനിൽ പോയി ചോദിക്കൂ. ഉസ്മാൻ യമനിൽ പോയി ചോദിക്കൂ. ഷെയ്ഖ് യഹ്യ അജൂരിന്റെ ഫത്വ നമ്മുടെ കയ്യിലുണ്ട്. ഷെയ്ഖ് യഹ്യ അജൂരിനോട് ചോദിക്കുന്നുണ്ട്, ഇസ്ലാമിലുള്ള മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരാളെ, അയാൾ പുതുതായി ഇസ്ലാമിലോട്ട് വന്ന ആളായതുകൊണ്ടോ അതല്ലെങ്കിൽ മരുഭൂമി എവിടെയെങ്കിലും കിടക്കുന്ന ഒരാളായതുകൊണ്ടോ അയാൾക്ക് തൗഹീദിനുള്ള കാര്യങ്ങൾ, തൗഹീദിനെ കുറിച്ചുള്ള ശരിയായ വിവരമില്ല, ജഹലുണ്ട്, അത് കാരണമായി അയാൾ ശിർക്ക് ചെയ്താൽ അയാളെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് യഹ്യ അജൂരി എന്താ പറഞ്ഞ? ഹഫിദുല്ലാ, അദ്ദേഹം അൽ മുശ്രിക്കാണ്, അവനെ നമ്മൾ മുസ്ലിമായിട്ട് പരിഗണിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അവന്റെ മേലിൽ ഷിർക്ക് കൊണ്ട് ഹുക്കും ചെയ്യണം, അതായത് മുശ്രിക്കിന്റെ ഹുക്കും കൊടുക്കണം എന്നാ പറഞ്ഞത്. ഷർത്ത് മാവാനി നോക്കാൻ പറഞ്ഞോ? ആ ഫത്വ നമ്മളെ കേട്ട് അയച്ചു തരട്ടെ. അദ്ദേഹം ഷർത്ത് മാവാനി നോക്കാം. നിങ്ങൾ ഈ പറയുന്നത് യഹ്യ അജൂരിക്ക് പോലും ഇല്ലാത്ത വാദമാണ് എന്ന് നമ്മളിവിടെ പറയും. ഇല്ലെങ്കിൽ നിങ്ങൾ ഷെയ്ഖ് യഹ്യ അജൂരിൻ്റെ അടുത്ത് ഒരു ഫത്വ കൊണ്ടുപോവാ. നിങ്ങൾക്ക് അവിടെ ബന്ധമുള്ള ആളുകളല്ലേ, ഷെയ്ഖ് യഹ്യ അജൂരി അടുത്തുനിന്ന് ഒരു ഫത്വ കൊണ്ടു തരൂ ഞങ്ങൾക്ക്. നമ്മുടെ നാട്ടിലുള്ള ഈ കുബൂരികൾ ഖുർആൻ കേട്ട് എല്ലാം കേട്ട് എല്ലാ തൗഹീദിന്റെ ദാവത്ത് എല്ലാം കേട്ടിട്ടും ഇത് കുബൂരിസമാണ്, സൃഷ്ടി ആരാധിക്കലാണ് ഇസ്ലാം എന്ന് വാദിക്കുന്ന ഇവരെ ഷർത്തും മവാനി വെക്കുന്നവരെ അവരിൽപ്പെട്ട വ്യക്തികളെ മുസ്ലിമായിട്ട് നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളൊരു ഫത്വ നിങ്ങൾ യഹ്യ അജൂരിൻ്റെ അടുത്ത് കൊണ്ടുപോവാ. നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം തരുമല്ലോ, കൊണ്ടുപോവാ. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അത്രക്ക് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത് തെറ്റാണ്. ഉസ്മാൻ പറഞ്ഞല്ലോ, അബു അദ്നാൻ എഴുതി വിട്ടല്ലോ ഒരു തക്ഫീരി ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മളെ കുറിച്ചല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? അബു അദ്നാൻ മെസ്സേജ് അയച്ചു, തക്ഫീരി ടീം ഇറങ്ങിയിട്ടുണ്ട്, അവരെ കെണിയിൽ വീഴാതെ സൂക്ഷിച്ചു. ആരാണ് അബു അദ്നാൻ ഈ തക്ഫീരി ടീം? ഞങ്ങളെ കുറിച്ചല്ലേ? അല്ല എങ്കിൽ പറയൂ, ആരെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്? ജനങ്ങൾക്ക് വ്യക്തത കൊടുക്കൂ. നിങ്ങൾ വ്യക്തത കൊടുക്കൂ. ആരാണ് തക്ഫീരി ടീം? എന്നെക്കുറിച്ചും എൻ്റെ കൂടെയുള്ള മറ്റ് സഹോദരങ്ങളെ കുറിച്ചുമാണ് നിങ്ങൾ പറഞ്ഞത് എങ്കിൽ അത് പുറത്ത് പറയണം. ജനങ്ങൾ മനസ്സിലാക്കട്ടെ ആരാണ് തക്ഫീരി ടീം. ഞങ്ങളും മനസ്സിലാക്കട്ടെ തക്ഫീരി ഖവാരിജ് ടീം ആരാണെന്ന് മനസ്സിലാക്കട്ടെ. മുശ്രിക്കിനെ തക്ഫീർ എന്ന് പറഞ്ഞപ്പോൾ തക്ഫീരി ടീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ദീൻ അറിയില്ല. മുശ്രിക്കിനെ തക്ഫീർ ചെയ്തപ്പോൾ കുബൂരിയെ പോലുള്ള മുശ്രിക്കുകളെ തക്ഫീർ ചെയ്തതിന് ഖവാരിജ് എന്ന് വിളിച്ചു. ആരെ? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെയും കൂട്ടരും. അത്തരം ആളുകളോട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും കൂട്ടരും തിരിച്ച് തക്ഫീർ ചെയ്തു. കാരണം അള്ളാഹു തക്ഫീർ ചെയ്യുന്നവനെ ഖവാരിജ് എന്ന് വിളിച്ചാൽ അവൻ്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കൾ? ഒന്ന് ആലോചിച്ച് നോക്കണം. തക്ഫീരി ഖവാരിജൊക്കെ ഒന്ന് തന്നെ. ഇപ്പം ഖവാരിജ് എന്ന് വിളിക്കുന്ന തക്ഫീരി എന്ന് വിളിക്കുന്നു. ചില ആളുകൾ ഇത് അതിവാദം എന്ന് പറയുന്നു. ഒക്കെ ഒന്ന് തന്നെ. അപ്പോൾ സുബ്ഹാനല്ലാഹ്, അള്ളാഹു പറഞ്ഞതാണ് മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ വാദമാണ് മുശ്രിക്കിനെ തക്ഫീർ ചെയ്യുക. ആ വാദമാണ് എന്ത്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. പറഞ്ഞോളൂ കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കില്ല. അള്ളാഹു എനിക്ക് പെർമിഷൻ എന്താണ്? നിങ്ങളാരാണ് എന്നോട് പറയാൻ പറ്റില്ല എന്ന് പറയാൻ? റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് പെർമിഷൻ തന്നു, എൻ്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾക്ക് പെർമിഷൻ തന്നു. സൃഷ്ടി ആരാധിക്കുന്നവനെ കാഫിർ എന്ന് വിളിച്ച് അവനോട് പറയാൻ, നീ ആരാധിക്കുന്നവനെ ഞാൻ ആരാധിക്കൂലടോ. എടോ കാഫിറെ, മൊയ്തീൻ ഷേഖിനെ ആരാധിക്കുന്നവനാണ് നീ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. റജുലുൻ സ്വാലിയായ ലാത്തയെ ആരാധിച്ചിരുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ആരാധിച്ചിരുന്ന മക്കത്തെ മുശ്രിക്കിനോട് അള്ളാഹ് റസൂലിനോട് പറയാൻ പറഞ്ഞതാ, കുൽ നബിയെ പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ കാഫിറുകളെ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാബത്തിന്റെ അപ്പുറത്തുണ്ടായിരുന്ന പാറക്കെട്ടം കയറുന്നുണ്ട്, മുശ്രിക്കുകളോട് ഇത് ഓതി കൊടുത്തു. അതിനുശേഷം റസൂലിന്റെ മേലിൽ സ്വഹാബാക്കളുടെ മേലിൽ അവരുടെ പീഡനം, ബുദ്ധിമുട്ടും ഇതും മറ്റൊന്നും കൂട്ടിയതാണ്. മുശ്രിക്കുകളെ സൈഡിൽ നിന്നും അതിക്രമം കൂടിയതാണ്. അപ്പം നിങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നത് പറ്റൂല, അതിന് ഷർത്തും മാഹിരി നോക്കാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താ അവകാശം? ഹൂ അറിയൂ, നിങ്ങളാരാണ്? നിങ്ങൾ ഷെയ്ഖ് യഹ്യ അജൂരിൻ്റെ അടുത്ത് നിങ്ങൾ നമുക്ക് ഫത്വ കൊണ്ടുത്തരും. എന്ത്? നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനത്തെ കുബി ചോദ്യം ചോദിക്കുമ്പോൾ നല്ലപോലെ ചോദിക്കണം. ആ ചോദ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണം. അതിന് അദ്ദേഹം തരുന്ന ഉത്തരം ഞങ്ങൾക്ക് കാണിച്ചു തരണം. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ഷെയ്ഖ് യഹ്യ അജൂരി പറയട്ടെ, നമ്മുടെ നാട്ടിലെ ഇത്തരം കുബൂരികളെ, അതിൽപ്പെട്ട വ്യക്തികളെ ഷർത്തും മാമാനി നോക്കുന്നവരെ നിങ്ങൾക്ക് മുശ്രിക്കെന്ന് പറയാൻ പറ്റില്ല എന്ന് അദ്ദേഹം ഒരു ഫത്വ ഇറക്കട്ടെ. നിങ്ങൾ ചോദിക്കുക, എന്നിട്ട് കൊണ്ടുപോവാ. അപ്പം നമുക്ക് സംസാരിക്കാം. പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റൂല സുഹൃത്തുക്കളെ. അതുപോലെ ഉസ്മാന്, പിന്നെ അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഞാനൊരു ചെറിയ എഴുത്ത് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് സമസ്ത കുബൂരികളെ മുശ്രിക്കുകളും കാഫിറുകളുമായിട്ട് പരിഗണിക്കണം, അവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന വിഷയത്തിൽ ഞാനൊരു എഴുത്ത് എഴുതിയിട്ടുണ്ട്. എൻ്റെ അഹിമാരെല്ലാവരും അതിലെന്നെ സഹായിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ പല ആളുകളും അതിൽ സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഇത് ജനങ്ങളിലോട്ട് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ. അൽഹംദുലില്ലാ. അത് ഇനിയും അതിൻ്റെ ഇംഗ്ലീഷോ അറബിയൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തെടുക്കും. ആ എഴുത്തിനെ കുറിച്ച് ഉസ്മാന് പറയുന്നുണ്ട്. എവിടുന്നോ ഒരു എഴുത്ത് കിട്ടി, അത് കേട്ടിട്ട് ചാടി ഇറങ്ങുന്നതാണ്.
ഉസ്മാൻ പറയണം ഈ എഴുത്തിനെ കുറിച്ചാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ എഴുത്തിൽ എന്താണ് പ്രശ്നമുള്ളതെന്ന് ഉസ്മാൻ പറയണം. ആ എഴുത്തിൽ എന്താണ് ഉസ്മാനെ അള്ളാഹുവിൻ്റെ ദീനിനെതിരായിട്ട് ഞാൻ എഴുതിയിട്ടുള്ളത് ഉസ്മാൻ ഒന്ന് കാണിച്ചു തരണം. ഉസ്മാൻ പറയട്ടെ ഇത് ദീനിനെതിരാണ്, ഇത് അഹ്ലു സുന്നയുടെ മനഹജിനെതിരാണ്, ഇത് അള്ളാഹിൻ്റെ കലാമിനെതിരാണ്, റസൂലിൻ്റെ കലാമിനെതിരാണ് എന്ന് ഉസ്മാൻ ഒന്ന് ജനങ്ങളെ പഠിപ്പിക്കുക. ആ എഴുത്ത് ഹക്കാണ് എന്നുണ്ടെങ്കിൽ ഉസ്മാനും ഉസ്മാനപ്പാലുള്ള എല്ലാവരും അത് സ്വീകരിക്കൽ നിർബന്ധമാവും. ആ എഴുത്ത് ബാത്തിലാണെങ്കിലോ ഉസ്മാൻ്റെ മേലിൽ അതിനെതിരെ സംസാരിക്കൽ നിർബന്ധമാണ്. വാജിബ് അലൽ മുസ്ലിമീൻ റദ്ദ് കൊടുക്കുക. ബാത്തിലാണെങ്കിൽ ആ ബാത്തിലിനെതിരെ സംസാരിക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ മേലിൽ നിർബന്ധമല്ലേ? അപ്പോൾ ഉസ്മാനെ ഞാൻ ക്ഷണിക്കുന്നു, ആ എഴുത്തിൽ എന്താണ് ബാത്തിലുള്ളത് എന്ന് ജനങ്ങൾക്ക് താങ്കൾ വ്യക്തമാക്കി കൊടുക്കണം. അതല്ല അതിൽ ഹക്കാണ് എന്നുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം, നിങ്ങളും സ്വീകരിക്കണം, മറ്റുള്ളവർ സ്വീകരിക്കണം, മറ്റുള്ളവരോട് സ്വീകരിക്കാൻ പറയും വേണം. അങ്ങനെയല്ലേ വേണ്ടത്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഹക്കായ ഒരു എഴുത്ത് നമ്മൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹക്കാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അത് സ്വീകരിക്കണം. അത് ബാത്തിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഹക്കാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചില്ല, അതിനാൽ നിങ്ങളെ സൗകര്യം, നമുക്കത് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ ബാത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ സംസാരിക്കുക എന്നുള്ളത് നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. അത് ഉസ്മാൻ വ്യക്തമാക്കിയേ പറ്റൂ. ആ എഴുത്തിൽ എന്താണ് ബാത്തിലുള്ളത് എന്ന് ഉസ്മാൻ വ്യക്തമാക്കിയേ പറ്റൂ. അത് ഉസ്മാൻ ആ എഴുത്തിനെ കുറിച്ച് പരാമർശിച്ചത് കൊണ്ട് പറയാണ്. കാരണം അതിനവിടെ മോശമായ രീതിയിലാണ് ഉസ്മാൻ അവിടെ പരാമർശിച്ചത്, അതുകൊണ്ട് മാത്രം. പിന്നെ ഈ ഷെയ്ഖ് ഇബ്നു തൈമീൻ്റെ കൗലെടുത്തിട്ടാണ് അദ്ദേഹം കുറച്ച് തിരുമറി നടത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഔദർ ബിൽ ജഹലിൻ്റെ കഥ പറഞ്ഞിട്ട്. ഔദർ ബിൽ ജഹൽ ഇസ്ലാമിലുള്ളതാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. ഔദർ ബിൽ ജഹൽ കൊടുത്ത് നമ്മുടെ നാട്ടിലെ കുബൂരിയെ മുസ്ലിമാക്കാൻ പറ്റില്ല. ഉസ്മാനെ പോലുള്ള ഈ വാദമുള്ള ഒരാളുകൾ ശ്രദ്ധിക്കുക. ഔദർ ബിൽ ജഹലിന് എതിരല്ല നമ്മളാരും, അല്ല, വല്ലാഹി വബില്ലാഹി വത്തല്ലാഹി അല്ല. ഔദർ ബിൽ ജഹൽ ഇസ്ലാമിലുള്ളതാണ്. അത് ഒരു മുവഹിദും ഒരു മുസ്ലിമുമായ ഒരു സലഫിയായ ആൾ, ഒരു മുസ്ലിം, ഒരു സലഫി മുസ്ലിം, ഇവിടെ മുസ്ലിം സലഫികളെ നമ്മൾ കറയിട്ട് ശരിയായ തൗഹീദ് സ്വീകരിച്ച ശിർക്കിനെ ഒഴിവാക്കിയ ആളുകളായ സലഫികളെ പോലുള്ള മറ്റു മുസ്ലിമീങ്ങൾ, അവരിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ കാഫിറും മുശ്രിക്കുമായി മുദ്ര കുത്തി ശിക്ഷിക്കുന്നതിന് മുമ്പ് ഷർത്ത് മവാനി നോക്കണം, ഹുജ്ജത്ത് സ്ഥിരപ്പെടുത്തണം എന്ന വാദവും ഉള്ള ആളുകളാണ് നാം എല്ലാം. ഒരു മുവഹിദിനെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ഷർത്തും മവാനി നോക്കണം, അത് നോക്കിയിട്ട് ശിക്ഷിക്കാൻ പാടുള്ളൂ, ഹുജ്ജത്ത് സ്ഥിരപ്പെടണം. അത് ശരിയാണ്, അത് അംഗീകരിക്കുന്നവരാണ്. അത് തന്നെ ശിക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇനിയിപ്പോൾ ശിക്ഷയല്ല, ഒരു ശിക്ഷക്കല്ല, സാധാരണ ഒരു മുവഹിദായിരുന്ന ഒരു മുസ്ലിം ആയിരുന്ന ഒരാളെ, മുവഹിദിൻ്റെ കാര്യം പറയുന്നത്, കുബൂരിയുടെ കാര്യമല്ല. അയാളിനെ മുശ്രിക്കെന്ന് പറയുന്നതിന് പോലാണെങ്കിലും ഈ മസലത്തിൽ ഖഫിയാണെങ്കിൽ, പെട്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവാത്ത, പെട്ടെന്ന് സാധാരണക്കാരായ മുസ്ലിമീങ്ങൾക്ക് അറിവില്ലാത്ത, എല്ലാ മുസ്ലിമിനും എല്ലാ മസലകളും അറിഞ്ഞുകൊള്ളുന്നില്ല. ദീനിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പിന്നെ ദുറൂറയായിട്ട് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ അതാണ് തൗഹീദിനെ പോലുള്ള കാര്യങ്ങൾ, തൗഹീദ്, ഷിർക്ക്, അതല്ലാത്ത ധാരാളം കാര്യങ്ങൾ ഇസ്ലാമിലുണ്ട്. പലതും അറിവില്ലാതെ കുഫറിൽ പോകുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തക്ഫീർ ചെയ്യണം എന്ന വാദമുള്ള ആളുകളല്ല നമ്മൾ. വല്ലാഹി അല്ല, ഒരു സലഫിയുടെ കയ്യിൽ നിന്നും മസ്അലത്തിൽ ഖഫീയിൽ എന്തെങ്കിലും കുഫ്ർ വന്നു കഴിഞ്ഞാൽ അതുടനെ ചാടിക്കയറി അയാളെ കാഫിറാക്കണം എന്ന വാദമുള്ള ആളുകളല്ല. അയാൾക്കത് ബയാൻ കൊടുക്കണം, അയാൾക്കത് മനസ്സിലാക്കി കൊടുക്കണം. അയാളത് ഇഖ്ലാസ് ഉള്ള ഒരാളാണ്, സ്വീകരിക്കും, നമ്മളയാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കും. ഇഖ്ലാസ് ഇല്ലാത്ത നമ്മൾ എത്ര തെളിവ് കൊടുത്തിട്ടും അതിനെതിരെ നിൽക്കുന്ന ഒരാളാണ്, അത് വേറെ കാര്യം. അപ്പോൾ അയാളെ നമ്മൾ മുസ്ലിമായിട്ട് അംഗീകരിക്കേണ്ടതില്ല. അപ്പോൾ അത്തരം ഒരു വാദക്കാരായി നമ്മളെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. എന്ത്? മുസ്ലിമീങ്ങളായ ആളുകളെ കാഫിറാക്കാൻ നടക്കുകയാണ്. ഹുജ്ജത്ത് വേണ്ടെന്ന് പറയുന്ന ആളുകളാണ്, ഷർത്ത് മവാനി നോക്കണ്ടെന്ന് പറയുന്ന അതൊന്നും ശരിയല്ല. നമ്മളതൊക്കെ നോക്കണം. മുവഹിദിന് ആ ആനുകൂല്യങ്ങളുണ്ട്. മുസ്ലിമും മുവഹിദുമായ ആളുകൾക്ക് അവരെ ശിക്ഷിക്കുന്നതിന് മുമ്പ് ആനുകൂല്യങ്ങളുണ്ട്. മസലത്തിൽ ഖഫിയാണെന്നുണ്ടെങ്കിൽ ഈവൻ അവരെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയുന്നതിന് മുമ്പും അത് നോക്കിയിട്ടുണ്ട്. ഉലമാക്കളൊക്കെ അഭിപ്രായക്കാരാണ് എന്ന അത് അയാളോട് കാണിക്കുന്ന ഒരു കാരുണ്യം, ഒരു റിഫ്ക് എന്ന രീതിയിൽ അത് അനുവദനീയമാണ് എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ. അതൊന്നും എടുത്തിട്ട് ഒരിക്കലും മുസ്ലിം ആവാത്ത കുബൂരിക്ക് കൊടുക്കാൻ പറ്റൂല. കുബൂരിയെ അതുകൊണ്ട് നിങ്ങൾ മുസ്ലിം ആക്കരുത്, മുവഹിദാക്കരുത്. നിങ്ങൾ ഷിർക്കുള്ള ബഹുദൈവാരാധന നടത്തുന്ന മറ്റു ഇലാഹുകളെ സ്വീകരിച്ച ഒരു കുബൂരിയെ എടുത്തിട്ട് നിങ്ങൾ മുവഹിദാക്കരുത്. അത് നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾക്ക് ദഅവത്ത് തരണം. നമ്മൾ കുബൂരി ഒരിക്കലും മുസ്ലിം ആയിട്ടില്ല. ആ കുബൂരിയെ നിങ്ങൾ മുസ്ലിം ആക്കാൻ വേണ്ടി നിങ്ങൾ എന്തിനാണ് സഹോദരങ്ങളെ കുഫറിലോട്ട് പോകുന്നതാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽവഹാബിൻ്റെ നവാഖിൽ ഇസ്ലാം ഒന്ന് വായിച്ചു നോക്കൂ. അതിനെക്കുറിച്ച് ഷെയ്ഖ് സ്വാലി ഫൗസാന്റെ ഷറഹ് ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളത് വായിച്ചിട്ടുണ്ടോ?
വായിച്ചു തരാം. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ അദ്ദേഹം പറയണേ, വല്ലദി യശുക്കു ഫി കുഫ്രിൽ മുശ്രിക്കീന അമൂമൻ സവാഅൻ കാനൂ മിനൽ വസനീന ഔ മിനൽ യഹൂദ വൻ നസാറ ഔ മിനൽ മുത്തസീബിന ഇലൽ ഇസ്ലാം വഹും യുശ്രികൂന ബില്ലാഹി യജിബു ഇഅ്തിഖാദു കുഫ്രിഹിം ഫകുല്ലു മൻ അശ്റക ബില്ലാഹി വഅബദ മാ ഗൈറു മിനൽ അശ്ജാരി വൽ അഹ്ജാരി വൽ അസ്നാം വൽ ഔസാൻ വൽ ഖുബൂർ വൽ അദ്രിഹ ഫഇന്നഹു മുശ്രികുൻ കാഫിറുൻ യജിബു തക്ഫീറുഹു ഹത്താ വലൗ കാന യുദഅ അൽ ഇസ്ലാം വയഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് നവാഖിദുൽ ഇസ്ലാമിൻ്റെ ഷെയ്ഖ് സാലിഹ് ഫൗസാന്റെ ഷറഹിൽ അദ്ദേഹം എഴുതിയതാണ്. ആരെങ്കിലും ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ ഷിർക്കിലോ കുഫറിലോ സംശയിച്ച് നടക്കുന്നുണ്ട് എങ്കിൽ അത് ഇനിയിപ്പോൾ ഏത് തരം മുശ്രിക്ക് ആയിക്കോട്ടെ, അത് ഇസ്ലാമിലോട്ട് ചേർത്തി പറയുന്ന മുശ്രിക്കുകളായാലും പറയും, അതായത് ഈ കുബുരികളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള ആളുകളെ ഷിർക്കിൽ കുഫർ വെച്ച് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഫഇന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്ന ആളാണെങ്കിൽ പോലും അയാൾ മുശ്രിക്കാണ്. ലിഅന്ന അശ്ശിർക യബ്തുലു ഷഹാദത്തൈനി വനാഖിദുൽ ഇസ്ലാം വയഫ്സുദു തൗഹീദ്. കാരണം ഷിർക്ക് ഷഹാദത്തിനെ ബാത്തിലാക്കി, ഇസ്ലാമിനെ തകർത്തു, തൗഹീദിനെ കുളമാക്കി. ഫയജിബു അലൽ മുസ്ലിം, ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ് അയ്യുകഫിർ അൽ മുശ്രിക്കീൻ അല്ലദീന യഅബുദൂന ഗൈറല്ലാഹ്, മുശ്രിക് അല്ലാഹു അല്ലാതെ സൃഷ്ടികൾ ആരാധിക്കുന്നവനെ തക്ഫീർ ചെയ്യുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്. സവാൻ കാനം മിനൽ അറബി അജം, അയാൾ അറബിയാണെങ്കിലും അജമിയാണെങ്കിലും സവാൻ കാനം മിനൽ യഹൂദ് വൻ നസാറ അൽ മുത്തസമ്മീന ബിൽ ഇസ്ലാം, ആ മുശ്രിക്ക് അറബിയാണെങ്കിലും ശരി അനറബിയാണെങ്കിലും ശരി യഹൂദ നസാറാക്കളാണ്, അതല്ല ഇനി മുസ്ലാമിലാണെന്ന് പേരെടുത്ത് പറയുന്നത്, ഇസ്ലാമിലാണ് എന്ന് പേര് കൊണ്ട് അറിയപ്പെടുന്ന ആളാണെങ്കിൽ ശരി, ആ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യൽ ഒരു മുസ്ലിമിൻ്റെ പേര് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞതല്ല, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറഞ്ഞാൽ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, അവിടെ പോയിക്കോളി, സൗദി പോയിക്കോളി. ഹാസ അഖീദത്തു ലൈസ അലൈഹ മുസാവമത്ത്. സുബ്ഹാനല്ലാഹ്, ഇതാണ് അഖീദ, ഇതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അദ്ദേഹം പറഞ്ഞ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറഞ്ഞേ, ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. മുശ്രിക്കിനെ തക്ഫീർ ചെയ്യുന്ന വിഷയത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഫമൻ ലം യുകഫിർ അൽ മുശ്രിക്കീൻ, ആരാണോ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തത്, ഫഇന്നഹു യകൂനു മുർത്തദ്ദൻ കാഫിറൻ മിസ്ലുഹും, ആരാണോ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തത് ഫഇന്നഹു യകൂനു മുർത്തദ്ദൻ കാഫിറൻ മിസ്ലുഹും, അവരെ പോലെ അയാൾ ആ ആരാണോ മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാത്തത് അവർ ആ മുശ്രിക്കിനെ പോലെ തന്നെ കാഫിറും മുർത്തദ്ദുമായി. ലിഅന്നഹു തസാവ ഇൻദഹുൽ ഈമാൻ ബിൽ കുഫർ, കാരണം അയാൾ സ്വന്തം അയാളെടുത്ത് ഈമാനിനെയും കുഫറിനെയും ഒന്നാക്കി, ഒരുപോലെയാക്കി. ലാ യുഫരിഖു ബൈന ഹാസ വഹാസ, അതിനെയും ഇതിനെയും അദ്ദേഹം വ്യത്യാസപ്പെടുത്തിയില്ല. അത് രണ്ടിനെയും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഈമാൻ്റെയും കുഫറിൻ്റെ ഇടയിൽ ഒരു വ്യത്യാസം അദ്ദേഹം കാണിച്ചില്ല. ഫഹാസ കാഫിർ, അയാൾ കാഫിറാണ്. സുഹൃത്തുക്കളെ, ഇത് ഞാൻ പറഞ്ഞല്ല, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറയാണ്. ആരാണ് ഷിർക്ക് ചെയ്യുന്നവൻ, അത് മുസ്ലിമിലാണ് എന്ന് വാദിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ ഷിർക്ക് ചെയ്യുന്ന ആളെ തക്ഫീർ ചെയ്യാത്തത്, അയാളും ആ ഷിർക്ക് ചെയ്യുന്നവരെ പോലെ കാഫിറും മുർത്തദ്ദുമാണ്. ഇത് ഞാൻ പറഞ്ഞല്ല, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ പറഞ്ഞാണ്. അദ്ദേഹത്തിൻ്റെ ഷറഹ് നവാഖിദുൽ ഇസ്ലാമിൽ നിങ്ങളിത് പോയി വായിച്ചു നോക്കൂ. ഇത് 8-ാം പേജിലാണ് പറഞ്ഞുതരാം. അതാ ഇത് 80-ാം പേജിൽ അദ്ദേഹത്തിൻ്റെ ഇത് കാണാം. ഇനി അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൻ്റെ ഷറഹിൽ നോക്കൂ, അദ്ദേഹം എഴുതി കാണാം. ഇത്തരം കുബൂരികളെ, ഈ മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളെ കുറിച്ച് എഴുതിയെടുത്ത് അദ്ദേഹം പറയുകയാണ്, ആരാണ് ഫല്ലദി യഖൂലു അനമാ ഉകഫിറു ഹൗലായി, ആരാണോ പറയുന്നത് ഇത്തരം ആളുകളെ, അതായത് ഈ കുബൂരിയെ പോലുള്ള ആളുകളെ ഞാൻ തക്ഫീർ ചെയ്യില്ല, അങ്ങനത്തെ ആളുകളെ കുറിച്ച് പറയണേ. തക്ഫീർ ചെയ്യൂല എന്ന് തക്ഫീർ ചെയ്യാൻ പാടില്ല, ഞാൻ ചെയ്യൂല എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പറയണേ. ഫല്ലദി യഖൂലു അനമാ ഉകഫിറു ഹൗലാ, ഇത്തരം ആളുകളെ ഞാൻ തക്ഫീർ ചെയ്യൂല എന്ന് പറയുന്ന ആളുകൾ. അനമാ ഉകഫിറു മൻ യഅബുദുൽ ഹസൻ വൽ ഹുസൈൻ വൽ ബദവി, ഹുസൈനെയും ബദവിയെ ആരാധിക്കുന്നതിന് ഞാൻ തക്ഫീർ ചെയ്യൂല. ലാ ഉകഫിറു ലിഅന്നഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹും ഇഖ്വാനിനാ ലാകിൻ അഖ്തഹും, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അവർക്ക് തെറ്റുപറ്റിയതാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞ് സൃഷ്ടികളെ ആരാധിക്കുന്ന, മരിച്ചവരെ ആരാധിക്കുന്ന ഈ കുബൂരികളെ ഞാൻ തക്ഫീർ ചെയ്യൂല എന്ന് പറയുന്ന ആളോട് നഖൂലു ലഹു, നമ്മൾ അയാളോട് പറയും, അൻത മുശ്രികും മിസ്ലുഹും, നീ അവരെ പോലെ ഒരു മുശ്രിക്കാണ്. ലിഅന്നക ലം തക്ഫുറ ബിമാ യഅബുദു മിൻ ദൂനില്ലാഹ്, നീ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നതിൽ കുഫ്ർ നിലപാടെടുത്തില്ല, നീയും അവരെ പോലെ മുശ്രിക്കാണ്. അപ്പോൾ കുബൂരിയെ തക്ഫീർ ചെയ്യാത്തവനോട് നമ്മൾ പറയും നീയും മുശ്രിക്കാണ് എന്ന് ഞാനല്ല എഴുതി വെച്ചത്, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ എഴുതി വെച്ചത്. ഷർത്തും മവാനിയും പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഷർത്തും മവാനിയും പറഞ്ഞിട്ടുണ്ടോ? ഷർത്തും മവാനിയും വേണ്ടേ? ഉസ്മാൻ പറഞ്ഞ പോലെ വ്യക്തിപരമായ ഒരാളെ തക്ഫീർ ചെയ്യാൻ ഷർത്തും മവാനിയും ഇത് ഉസ്മാൻ ഉണ്ടാക്കിയതാണ്. വ്യക്തിപരമായ ഒരാളെ ശിക്ഷിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അത് ഇവിടെ പ്രശ്നം എന്താ അറിയോ, ഇവിടെ ഇവർ അള്ളാഹുവിൻ്റെ കിതാബിനെ മാറ്റി വെച്ച് പണ്ഡിതന്മാരെ കൗല് മാത്രം അസ്ലായി കൊണ്ടുനടക്കുന്നുള്ള പ്രശ്നം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. സൃഷ്ടി ആരാധന ചെയ്യുന്ന ഒരാളെ മുശ്രിക്ക് കാഫിർ എന്ന് വിളിക്കപ്പെടുക, ആ പേര് അള്ളാഹു കൊടുത്താൽ അത് മാറ്റാൻ പറ്റില്ല. അത് മാറ്റുവാൻ കാഫിറായി, വല്ലാഹി കാഫിറായി, ഒരു സംശയം വേണ്ട.
ഇനി ഷർത്ത് മവാനി നോക്കി തക്ഫീർ എന്ന് പറയാൻ ശിക്ഷക്കുള്ള തക്ഫീർ. ഈ തക്ഫീറിനെ രണ്ട് രീതിയിൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ടാവും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഖുർആൻ അറിയണം. ഖുർആനിൻ്റെ ഇൽമും ബസീറത്തും ഇല്ലാതെ അള്ളാഹു ഹിദായത്തിലാക്കിയ ഒരാൾക്കല്ലാതെ ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. തക്ഫീർ എന്ന് പറയുമ്പോൾ ഉലമാക്കൾ കൂടുതൽ പ്രാവശ്യം തക്ഫീർ എന്ന് പറയുമ്പോൾ അത് ശിക്ഷയും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് പറയുക. അപ്പോൾ ഷർത്തും മവാനി നോക്കേണ്ട കാര്യങ്ങൾ അവർ പറയും, യാതൊരു സംശയം വേണ്ട. ഇനി അതല്ലാതെ ഒരാളെ പേര് കൊണ്ട് തക്ഫീർ ചെയ്യുന്നതും ഉലമാക്കൾ പറയാറുണ്ട്. അവിടെ ഷർത്തും മവാനി ആവശ്യമില്ല. അത് പണ്ഡിതന്മാർ ഇഖ്തിലാഫുള്ള ഒരു വിഷയമല്ല. ഇതാണ് യഥാർത്ഥ അതിൽ ഇഖ്തിലാഫ് എന്ന് പറഞ്ഞവരാരാ? ഈ ഷെയ്ഖ് സാലി ഫൗസാനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഒബാദൽ കുബൂറിനെ. ഈ ഫത്വ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, തിരഞ്ഞു നോക്കിയാൽ മതി. അൽ മസലത്തിൽ തക്ഫീർ ഒബാദൽ കുബൂർ മസലത്തിന് ഖിലാഫിയ എന്ന് അടിച്ചു കൊടുത്താൽ മതി, വരും. യൂട്യൂബിലോ ഗൂഗിളിലോ അടിച്ചു കൊടുത്താൽ വരും. എത്ര ഫത്വകൾ കിട്ടും സുഹൃത്തുക്കൾ. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട് ഷെയ്ഖ് സാലി ഫൗസാനോട്, കുബൂരികളെ തക്ഫീർ ചെയ്ത മസലത്തിൽ ഖിലാഫിയാണ്. അപ്പോൾ അദ്ദേഹം പറയും ഇതൊരു ഫാസിക്കിൻ്റെ സംസാരമാണ്, വിവരം കെട്ട ഫാസിക്കിൻ്റെ സംസാരമാണ് എന്ന് പറയേണ്ട അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയേണ്ടത് ഇത് വലിയ ഗൗരവമായ വിഷയം, ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. അതൊന്നും മസലത്തിൽ ഖിലാഫിയല്ല. മസലത്തിൽ ഖിലാഫിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സലഫുകളുടെ കൗലുകളിൽ നിന്നും ഇതിന് തെളിവ് തരണം. അത് കിട്ടൂല. ഇന്നത്തെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഖിലാഫുണ്ട് എന്ന് പറഞ്ഞൊന്നും കാര്യം ഇന്നത്തെ ആളുകളൊന്നും തെളിവല്ല. അതുപോലെ ഇതിൽ ധാരാളം സംസാരിക്കാനുള്ള സുഹൃത്തുക്കളെ, ഇത് ചെറിയൊരു വിഷയമല്ല, സമയം കൂടി. ഇനിയും ധാരാളം വിഷയത്തിൽ തെളിവുകളുണ്ട്. കഴിയുന്നവരെല്ലാം നമ്മുടെ എഴുത്ത് വായിക്കുക ഇൻഷാ അല്ലാ. പിന്നെ ഉസ്മാൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ ഇത് ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു നിലപാടിലാണ്, നമ്മൾ നിലപാടിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അള്ളാഹു എന്താ പറയുന്നത്? ഫൈൻ തനാസത്തും ഫീഷയും ഫറദ്ദു ഇലല്ലാഹി വറസൂൽ. നിങ്ങളത് കിതാബിലോട് തിരിക്കും, അള്ളാഹുവിൻ്റെ കിതാബിലോട് തിരിക്കൂ. എന്നിട്ട് നമുക്ക് തെളിവ് തരൂ. നിങ്ങൾ സ്ഥിരമായി സൃഷ്ടി ആരാധന ചെയ്യുന്ന ഒരാളെ, അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കിയവരെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയണമെന്നുണ്ടെങ്കിൽ ഷർത്തും മവാനി നോക്കണമെന്ന് അള്ളാഹ് പറഞ്ഞ തെളിവ് തരൂ. റസൂലിൻ്റെ സ്വഹീ ഹദീസിന് തെളിവ് തരൂ. രണ്ടഭിപ്രായം വന്നാൽ അതല്ലേ നോക്കേണ്ടത്. രണ്ടഭിപ്രായം വന്നാൽ അത് കിതാബിലോട്ടും സുന്നത്തിലോട്ടും തിരിക്കണ്ടേ സുഹൃത്തുക്കളെ? ചോദിക്കട്ടെ നിങ്ങളോട്, ഉസ്മാനെ പോലുള്ള ആളുകളോട് നമ്മൾ ചോദിക്കുന്നത് രണ്ടഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നു. അപ്പം നിങ്ങൾക്കത് ശരിയാണ് എന്ന് വാദമുണ്ട്. അവിടെ രണ്ടഭിപ്രായം. നിങ്ങൾ കിതാബിൽ നിന്ന് അള്ളാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ തെളിവ് താ. അള്ളാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന് നിങ്ങൾ തെളിവ് തരണം. നിങ്ങൾ ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് മടങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. റസൂലിൻ്റെ സുന്നത്തിലോട്ട് മടങ്ങുക എന്നുള്ളത് നിർബന്ധമാണ്. ഉലമാക്കളെ കൗലുകൾ മാറ്റിവെക്കണം. വിഷയത്തിൽ രണ്ടഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ കിതാബായ ഖുർആനിലോട്ടോ അള്ളാഹുവിൻ്റെ വാക്കായ ഖുർആനിലോട്ടോ റസൂലിൻ്റെ സുന്നത്തിലോട്ട് മടക്കണം എന്നറിയാത്തവരാണോ? എന്ന ദീനിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അറിയാത്തവരാണോ സുഹൃത്തുക്കളെ നിങ്ങൾ? ഈ വിഷയത്തെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞെന്താ? ഫഅമറ അല്ലാഹു, ഈ ആയത്ത് ഫന്തനാദത്തും ഫിഷൈഇൻ ഫറദ്ദു ഇലല്ലാഹി വറസൂൽ എന്ന ആയത്ത് കുറിച്ച് അദ്ദേഹം പറയാം, ഫഅമറ അല്ലാഹുൽ ഉമ്മത ഇൻദ നിസാഇ ബിറദ്ദി ഇലൈഹി വഇലാ റസൂലിഹി. അള്ളാഹു തൻ്റെ ഉമ്മത്തിനോട് കൽപ്പിച്ചു, നിസാഹിൻ്റെ സമയത്ത് തർക്കം വന്നാൽ, എതിരഭിപ്രായം വന്നാൽ, വ്യത്യസ്ത അഭിപ്രായം വന്നാൽ, ബിറദ്ദി ഇലൈഹി വഇലാ റസൂലിഹി, അള്ളാഹുവിലോട്ടും അള്ളാഹുവിൻ്റെ റസൂലിലോട്ടും തിരിയുക എന്നുള്ളതിന് അള്ളാഹു കൽപ്പിച്ചു. അത് കൽപ്പനയാണ്, ഒരു അമ്രാണ്. അത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. വഖദ് വസഫൽ മുഅറിലീന അൻ സാലിക ബിൻ നിഫാഖി വൽ കുഫ്ർ. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞ ആളുകളെ മേൽ അള്ളാഹു കുഫ്ർ കൊണ്ടും നിഫാഖ് കൊണ്ടും വിശേഷിപ്പിച്ചു എന്നാണ്. അപ്പോൾ ഒരു എതിരഭിപ്രായം വന്നൊരു മസലയിൽ അള്ളാഹുവിൻ്റെ കിതാബിലോട്ടും റസൂലിൻ്റെ സുന്നത്തിലോട്ടും മടക്കാത്ത ആളുകൾ കുഫ്റിലാണ്, നിഫാഖിലാണെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്. ആ ആയത്തിൻ്റെ ഇബ്നു കത്തീറിൻ്റെ തഫ്സീർ ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് കാണാം. അള്ളാഹ് എന്താ പറയുക? നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ എൻ്റെ കിതാബിലോട്ടും റസൂലിൻ്റെ സുന്നത്തിലോട്ടും വരണം. അപ്പോൾ നിങ്ങളോട് നമുക്ക് പറയാം, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ അള്ളാഹിൻ്റെ കിതാബിൽ നിന്ന് നിങ്ങളുടെ വാദത്തിന് തെളിവ് തരണം. നാട്ടിലുള്ള മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുബൂരിയെ മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയണം, അംഗീകരിക്കണം, അങ്ങനെ കാണണം എന്നുള്ളതിന് ഷർത്തും മവാനിയും ഓരോ ആളുടെ പേരിലും നോക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് നിങ്ങൾ ഖുർആന് തെളിവ് തരേണ്ടി വരും. ഖുർആൻ നിങ്ങൾക്ക് തെളിവ് കിട്ടൂല. നിങ്ങളിത് അംഗീകരിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ ഖുർആനിന് തെളിവാ. അതല്ല, നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾ ഖുർആനിലോട്ടോ സുന്നത്തിലോട്ടോ നിങ്ങൾ വരാൻ തയ്യാറല്ല എങ്കിൽ അള്ളാഹു അത്തരം ആളുകളുടെ മേലെ കുഫ്ർ കൊണ്ടും നിഫാഖ് കൊണ്ടും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറഞ്ഞതല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. അത് തന്നെ വസഫ സുബ്ഹാനഹു മൻ ദഅ ഇലൽ കിതാബ് വസ്സുന്ന ഫഅറദ അൻ ദാലിക ബിന്നിഫാഖ് വഇൻ സഅമ അന്നഹു യുരീദു തൗഫീഖ് ബിസാലിക ബൈന ദലായില നഖലിയ വൽ അഖലിയ. ഇനി എന്ത് കാരണം കൊണ്ടാണെങ്കിൽ ഒരാൾ അതിലോട്ട് വന്നില്ല, പ്രാമാണികമായതും യുക്തിപരമായതും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞിട്ടും ആളുകൾ ഇതിലോട്ട് കിതാബിലോട്ടും സുന്നത്തിലോട്ടും വരാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഏതാളാണെങ്കിലും അള്ളാഹു അവരെക്കുറിച്ച് എന്താ പറയുന്നത്? നിഫാക്കിലോട്ടാണ് ചേർത്തി പറഞ്ഞുള്ളത്.
നിഫാക്കും കുഫറാണ് സുഹൃത്തുക്കളെ. നിഫാക്കും കുഫറും അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് സുന്നത്തിലോട്ട് ഇത് തിരിക്കാത്ത ആളുകൾ കുഫറിലാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ മുഅ്മിനീങ്ങളല്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞതല്ല സുഹൃത്തുക്കളെ, ഇതൊന്നും ഞാൻ പറഞ്ഞല്ല. ഇത്തരം ആളുകളുടെ മേൽ അള്ളാഹു നിഫാക്ക് കൊണ്ടും കുഫർ കൊണ്ടും വസഫ് ചെയ്തിട്ടുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ ഗുരുതരമായ വഴികേട് ഇവിടെ ഉണ്ട്. ഈ ആളുകൂടെ നമുക്ക് പറയാനുള്ളത്, ഈ വിഷയം നിങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനിലോട്ടും റസൂലിൻ്റെ സുന്നത്തിലോട്ടും തിരിച്ചേ പറ്റൂ. അതിന് നിങ്ങൾ തയ്യാറല്ല എങ്കിൽ നിങ്ങളെ മേൽ അള്ളാഹു കുഫർ കൊണ്ടും നിഫാക്ക് കൊണ്ടും വസഫ് ചെയ്തിട്ടുണ്ട് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എഴുതിയത് നിങ്ങൾ മനസ്സിലാക്കുക. ഖുർആനിലോട്ട് വരിക. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഒരുമിച്ച് നിന്ന് ഖുബൂരിയെ തക്ഫീർ ചെയ്ത് അള്ളാഹുവിൻ്റെ അവകാശം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പ്രയത്നിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളൊരു ഫിർഖത്തും ഉദ്ദേശിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തതഅത്. നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹ് മാത്രമാണ്. അള്ളാഹുവിൻ്റെ അവകാശം സ്ഥാപിക്കണം. തക്ഫീറിൽ മുശ്രിക്കിനെ ഇലാഹുകളെ സ്ഥാപിച്ച് സ്വീകരിച്ച് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ പൊളിച്ചു കളഞ്ഞ ഈ ആളുകളെ ഒരിക്കലും മുസ്ലിമായി അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത് അനുവദനീയമല്ല. ഇസ്ലാമിൽ അനുവദനീയമല്ല. അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നവരെ അവരെപ്പോലെ ശിർക്കിലും കുഫറിലുമായി മതത്തിൽ നിന്ന് പുറത്തു പോകും. ഇത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട സ്വഹാബികളുടെ മനഹജ്, മുർസലീങ്ങളുടെ മനഹജാണ്. ഒരു നബിയും വന്നിട്ടില്ല ലം യഅതി നബിയൻ ഇല്ലാ ബി തക്ഫീറിൽ മുശ്രിക്കീന. ഒരു നബിയും വന്നിട്ടില്ല മുശ്രിക്കിനെ തക്ഫീർ ചെയ്യാതെ തന്നെ. അപ്പോൾ അത് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ദയവ് ചെയ്ത് തക്ഫീരികളെന്ന് വിളിക്കാതിരിക്കുക. ദയവ് ചെയ്ത് ഈ വിഷയം നിങ്ങൾ പഠിക്കുക, ഇഖ്ലാസോടുകൂടി പഠിക്കുക, അള്ളാഹുവിലോട്ട് അടുക്കാൻ വേണ്ടി പഠിക്കുക. അതുപോലെ ഉസ്മാൻ പറയുന്നുണ്ട് അതിൻ്റെ ക്ലിപ്പിൻ്റെ അവസാന ഭാഗത്ത് വലിയ ഗുരുതരമായ കാര്യങ്ങൾ പറഞ്ഞത്. നമുക്ക് കുറേ ഷെയ്ഖുമാർ പറഞ്ഞു നോക്കി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്, ഉസ്മാനെ അതൊക്കെ പൗരോഹിത്യമാണ് ഉസ്മാനെ. ഇതൊന്നും കുഫറും ഷിർക്കും അറിയാത്ത ഒരു താലിബ് ഉണ്ടാകാൻ പാടുണ്ടോ? മുസ്ലിം ആവേണ്ട ആദ്യം. ഒരാൾ മുസ്ലിം ആവുന്നതിൻ്റെ കണ്ടീഷനാണ് ഷിർക്ക് എന്താണ്, കുഫർ എന്താണ്, മുശ്രിക്കാരാണ്, കാഫിറാണ് എന്ന് മനസ്സിലാക്കുക. ഇതിവിടെ കേരളത്തിൽ ആരും പറഞ്ഞില്ല എന്ന് വെച്ചിട്ട് ഇതെങ്ങനെ ഇസ്ലാമില്ലാത്തതാവും? അപ്പോൾ ഉസ്മാൻ പറയുന്നുണ്ട് നമുക്ക് കുറേ ഷെയ്ഖുമാരുണ്ട്, നമുക്ക് ആ ഷെയ്ഖുണ്ട് ഈ ഷെയ്ഖുമുണ്ട്, അവർ പറയുന്നത് കേൾക്കാം. ഷെയ്ഖുമാരിലോട്ട് പോകാന്നുള്ളത് തിരിയാന്നുള്ളത് ഇസ്ലാമിലെ മാനദണ്ഡമല്ല. അള്ളാഹുവിൻ്റെ ഖുർആനിലോട്ടും സുന്നത്തിലോട്ടും തിരിയുക. ദയവ് ചെയ്ത് പൗരോഹിത്യ റൂട്ടിൽ പോവാതിരിക്കുക. അള്ളാഹിൻ്റെ പ്രമാണങ്ങളോട്ട് മടങ്ങുക. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ ഇനിയും ധാരാളം സംസാരിക്കാനുണ്ട്, ധാരാളം ചോദ്യങ്ങൾ ഇവരോട് ചോദിക്കാനുമുണ്ട്. ആദ്യം നിങ്ങൾ കഴിയുമെങ്കിൽ യമനിൽ നിന്നും ഈ വിഷയത്തിൽ ഡയറക്റ്റായിട്ടുള്ളൊരു ഫത്വ, നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ടുള്ളൊരു ഫത്വ നിങ്ങൾ കൊണ്ടുതാ. എന്നിട്ട് നമുക്കിത് വീണ്ടും സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.